നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതലുള്ള തിരുവചനം. 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയുമായിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിന് വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിനെന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ടു ചെല്ലുവിൻ എന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ വെള്ളം രുചിച്ചു നോക്കി. അതെവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളിനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു. അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശു തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായി ചെയ്ത ഈ അത്ഭുതം. അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. എന്നിട്ട് പറഞ്ഞേ ഹല്ലേലൂയ. ഇരുകരത്ത് പറഞ്ഞേ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, ഈ വചനഭാഗം നമ്മൾ ഈ പരിശുദ്ധ അമ്മയെ പറ്റിയുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു വചനഭാഗമാണ്. കാനായിലെ കല്യാണം എഴുതുന്ന യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം. അതാണ് നമ്മളിപ്പോൾ വായിച്ച് കേട്ടത്. ഇതോടെ വായിക്കാനൊരു പ്രധാനപ്പെട്ട കാരണം പരിശുദ്ധ അമ്മയുടെ പ്രാധാന്യത്തെപ്പറ്റി നിങ്ങളോട് സംസാരിക്കണമെന്ന് കർത്താവ് പല പ്രാവശ്യമായി ഇങ്ങനെ തുടർച്ചയായി സന്ദേശം തന്നുകൊണ്ടിരിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ ഒത്തിരി തിരുനാളുകളും ഒത്തിരി ടോക്കുകളും പലരും ഇവിടെ ഇരിക്കുന്ന ഭൂരിഭാഗം പേരും കേട്ടിട്ടുണ്ടായിരിക്കും. ഒക്ടോബർ മാസവും എല്ലാ മാസത്തിലും മാതാവിൻ്റെ എന്തെങ്കിലും തിരുനാളുണ്ടായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും പരിശുദ്ധ അമ്മയെപ്പറ്റി കേൾക്കാത്തവരും പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി കേൾക്കാത്തവരും കത്തോലിക്ക സഭയിൽ ഉള്ളവരിൽ വളരെ കുറവായിരിക്കും. വലിയത് പറഞ്ഞേ ഹല്ലേലൂയ. പക്ഷെ എത്രയൊക്കെ കേട്ടാലും നമ്മൾ ഈ പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയും അല്ലെങ്കിൽ സ്നേഹവും അല്ലെങ്കിൽ പ്രാർത്ഥനയും നമുക്ക് കുറഞ്ഞു പോകും. എന്തുകൊണ്ട് അങ്ങനെ കുറഞ്ഞു പോകാൻ കാരണം? അതിൻ്റെ കാരണം ഇതാണ്, ഈ പിശാച് വന്ന് ഈ ഒരു ഭക്തിയെ എടുത്തു മാറ്റും. കാരണം പിശാചിന് വളരെ പേടിയുള്ള ഒരു ഭക്തിയാണ് പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി. വലിയത് പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് കത്തോലിക്കരായിക്കോട്ടെ ആരായിക്കോട്ടെ, അത് പിശാച് വന്ന് നമ്മൾ പോലും അറിയാതെ നമ്മൾ തീരുമാനമെടുക്കും, നന്നായിട്ട് ജപമാല ചൊല്ലണം, പ്രാർത്ഥിക്കണം എന്നൊക്കെ നമ്മൾ തീരുമാനമെടുത്തൊക്കെ പോകും. പക്ഷെ നമുക്ക് ചെല്ലാൻ പറ്റില്ല. എന്നാൽ വേറെ പല പ്രാർത്ഥനകൾ ചെല്ലാൻ പിശാച് നമ്മെ അനുവദിച്ചെന്ന് വരാം. പക്ഷേ ഈ പ്രാർത്ഥന ഒരിക്കലും പിശാച് സമ്മതിക്കില്ല. പിശാച് ഒരിക്കലും സമ്മതിക്കാത്ത ചില പ്രാർത്ഥനകളുണ്ട്. അതാണ് കുമ്പസാരം. കുമ്പസാരിപ്പിക്കാൻ പിശാച് ഒരിക്കലും സമ്മതിക്കില്ല. വർഷങ്ങളായി കുമ്പസാരിക്കാത്തവരുണ്ട്, മാസങ്ങളായി കുമ്പസാരിക്കാത്തവരുണ്ട്. ഇനി കുമ്പസാരിക്കുന്നവരിൽ തന്നെ കള്ളക്കുമ്പസാരം നടത്തുന്നവരുണ്ട്. അയോഗ്യതയോടെ വർഷങ്ങളായി മാസങ്ങളായി നാളുകളായി ഇങ്ങനെ തുടർച്ചയായി കുർബാന സ്വീകരിക്കുന്നവരൊക്കെയുണ്ട്. അതൊക്കെ വലിയ തടസ്സങ്ങളും വലിയ തകർച്ചകളും കൊണ്ടുവരും. പക്ഷേ എന്തുമാത്രം തകർച്ച കൊണ്ടുവരും? അതിൻ്റെ ഉത്തരം ഇതാണ്, നിങ്ങളിൽ ചിലരൊക്കെ രോഗികളും ദുർബലരൊക്കെ ആയതും, ചിലരുടെയൊക്കെ വിവാഹ തടസ്സം, വിൽപ്പന തടസ്സം, യാത്രാ തടസ്സം, പഠന തടസ്സം, കോടതി കേസ്, സാമ്പത്തിക ബുദ്ധിമുട്ട്, ചിലരൊക്കെ മരിച്ചുപോയതിൻ്റെ കാരണം ഈ വിശുദ്ധ കുർബാന അയോഗ്യതയോടെ സ്വീകരിച്ചതാണെന്നാണ് പറയുന്നത്. വലിയത് പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ തുറന്നൊരു കുമ്പസാരം നടത്തുക. അവിടെ തുറന്ന് കുമ്പസാരം നടത്തണം. ഇവിടെ കള്ള കുമ്പസാരം നടത്തിയിട്ട് കാര്യമില്ല. ഒരു തുറന്ന ഒരു കുമ്പസാരം നടത്തണം. ഇന്നാളൊരു മകളെ അപ്പച്ചൻ കൊണ്ടുവരിക. അദ്ദേഹം ധ്യാനം കഴിഞ്ഞ് പോയി. വെള്ളിയാഴ്ച ധ്യാനം കഴിഞ്ഞ് പോയി. ശനിയാഴ്ച മകളെയും കൊണ്ടുവന്നു. ആ അപ്പച്ചൻ പറഞ്ഞു, അച്ഛാ, എൻ്റെ മോളെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്നലെ ഇവിടെ താമസമുള്ള ധ്യാനം കഴിഞ്ഞ് പോയ ആ വ്യക്തിയാണ് ഞാൻ അച്ഛനോട് പറഞ്ഞിരുന്നില്ലേ എൻ്റെ മോളെ ഞാൻ അച്ഛൻ്റെ അടുത്ത് കൊണ്ടുവരട്ടെ എന്ന്. അവൾ നഴ്സിംഗാണ് പഠിക്കുന്നത് കേരളത്തിന് പുറത്തൊരു സ്ഥലത്ത്. അവൾക്ക് ഇന്ന് മുടക്കാണ്. അതുകൊണ്ട് ഞാൻ ഇന്ന് തന്നെ കൊണ്ടുവന്നിരിക്കുകയാണ്. അച്ഛൻ പറഞ്ഞില്ല ഏതെങ്കിലും ശനിയാഴ്ച കൊണ്ടുവന്നോളാൻ അച്ഛൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാനായിട്ട്. വേറെ ഒന്നുകൊണ്ടല്ല, അവൾക്ക് പണ്ടത്തെ പോലെ പഠിക്കാൻ പറ്റുന്നില്ല. പഠിച്ചൊക്കെ മറന്നു പോവാണ്. ആ പണ്ടത്തെ മാർക്കൊന്നുമില്ല. അതാണ് കാരണം. ഈ അപ്പനെ മാറ്റി നിർത്തി സംസാരിച്ചപ്പോൾ എന്താണ്? തെറ്റായ സ്നേഹബന്ധത്തിൽ ഈ മകളായിരിക്കുകയാണ്.
അത് ഒത്തിരിയേറെ സ്ഥലങ്ങളിൽ പോയി പാപം ചെയ്ത് ഈ കൂട്ടത്തിലിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ശുശ്രൂഷ ഇത് ഓൺലൈനിലോ നേരിട്ടോ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ അങ്ങനെയുള്ള മക്കളുണ്ട്. ഒത്തിരി തെറ്റായ സ്നേഹബന്ധത്തിലും പ്രേമത്തിലായിരിക്കുന്ന മക്കൾ ഫോണിലൂടെയും നേരിട്ടും ഒത്തിരി ലൈംഗിക പാപങ്ങൾ ചെയ്ത് ആ പാപത്തിൽ തുടരുകയാണ്. ഞാൻ ആ പെൺകുട്ടിയോട് ചോദിച്ചു, മോൾ ഇവിടെ വന്നിട്ട് കുമ്പസാരിച്ചോ? ഞാൻ കുമ്പസാരിച്ചു എന്ന് പറഞ്ഞു. മോൾ ഈ ചെയ്തു കൂട്ടിയ പാപങ്ങൾ, ലൈംഗിക പാപങ്ങൾ, വ്യഭിചാരം, ഇതെല്ലാം കുമ്പസാരിച്ചോ? അതൊന്നും ഞാൻ കുമ്പസാരിച്ചില്ല. പിന്നെ നീ എന്ത് കുമ്പസാരം നടത്തിയത്? കണ്ടോ, കള്ള കുമ്പസാരം. കർത്താവ് നിന്നെ കാഞ്ഞിരം തെറ്റിപ്പിക്കും, വിഷം കുടിപ്പിക്കും. അപ്പം അങ്ങനെയുള്ള മക്കൾ ഈ കൂട്ടത്തിലുണ്ട്. അതുകൊണ്ട് തുറന്ന കുമ്പസാരം നടത്തി കഴിഞ്ഞാൽ വലിയൊരു വിടുതലും സൗഖ്യം അപ്പം തന്നെ കിട്ടും. നിങ്ങൾ സൗഖ്യം പ്രാപിക്കാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്? പരസ്പരം പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കണം. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് എത്തൊക്കെ തലകുത്തി മറന്നിട്ടും കാര്യമില്ല. ദൈവം ആഗ്രഹിക്കുന്നത് ചെയ്യാതെ ഒന്നും തന്നെ സംഭവിക്കുകയില്ല. അതാണ് ഒരു ഉദാഹരണമാണ് അച്ഛൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. സ്നേഹമുള്ളവരെ, ഒരിക്കൽ കുറച്ച് നാൾ മുമ്പ് ഒരു വീട് വെഞ്ചരിക്കാൻ വേണ്ടി പോവുകയാണ്. ഈ അടുത്ത് തന്നെ കുറച്ച് നാൾ, ഏതാനും മാസങ്ങൾക്ക് മുമ്പ്, ഒത്തിരി ദൂരെയാണ് ആ വീട്. ആ വീട് വെഞ്ചരിക്കാൻ വേണ്ടി ചെന്നു. ആ വീട്ടിലെ മകൻ്റെ വിവാഹ തടസ്സമാണ്. നാളുകളായിട്ടുള്ള വിവാഹ തടസ്സം. സമ്പത്തുണ്ട്, സൗന്ദര്യമുണ്ട്, ജോലിയുണ്ട്, ഒക്കെയുണ്ട്. പക്ഷേ അങ്ങനെ ഇവർക്ക് ഇഷ്ടപ്പെടുന്ന അവർക്ക് ഇഷ്ടപ്പെടില്ല, അവർക്ക് ഇഷ്ടപ്പെടുന്ന ഇവർക്ക് ഇഷ്ടപ്പെടില്ല. അങ്ങനെയൊക്കെ ആയിട്ടുള്ള പല പ്രശ്നങ്ങൾ. വിവാഹ തടസ്സം മാത്രമല്ല, വേറെ പല തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അവരുടെ കുടുംബത്തിലുണ്ട്. അപ്പോൾ ഇവർ ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ട് വിളിച്ച് അങ്ങനെ ആ വീട് വെഞ്ചരിക്കാൻ വേണ്ടി ചെന്നു. അങ്ങനെ ആ വീട്ടിൽ ചെന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് കർത്താവ് തന്നൊരു സന്ദേശം ഞാൻ അവരോട് ചോദിച്ചത് ഇങ്ങനെയാണ്: നിങ്ങളുടെ വീട്ടിൽ പരിശുദ്ധ അമ്മയോട്, പരിശുദ്ധ മറിയത്തോട് തീരെ ഭക്തിയില്ലാതെ മരിച്ചു പോയവർ ആരെങ്കിലും ഉണ്ടോ? ഉടനെ ആ ചേട്ടൻ പറഞ്ഞു, ഉവ്വച്ചാന്ന് പറഞ്ഞു. ആരത്? ഭാര്യയും ഭർത്താവും നിൽക്കുകയാണ്. ആ ഭർത്താവ് പറഞ്ഞു, ഉവ്വ്, ഞങ്ങളുടെ വീട്ടിൽ പരിശുദ്ധ അമ്മയോട് തീരെ ഭക്തിയില്ലാതെ മരിച്ചുപോയ ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്. ആരാണത്? എൻ്റെ ഭാര്യയുടെ 2 ആങ്ങളമാർ. എൻ്റെ ഭാര്യയുടെ 2 ആങ്ങളമാർ ഒരിക്കലും പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാറില്ല എന്ന് മാത്രമല്ല, അവർ അതിശക്തമായ രീതിയിൽ പരിശുദ്ധ അമ്മയെ നിന്ദിക്കുകയും എതിർക്കുകയും പ്രത്യേകിച്ച് ഈ ജപമാല പ്രാർത്ഥനയെ അവഹേളിക്കുകയും അതുപോലെ ബഹുമാനിക്കാതിരിക്കുകയും ചെയ്ത വ്യക്തികളാണ് ഈ 2 വ്യക്തികൾ. ഞാൻ ചോദിച്ചു, അവർ കത്തോലിക്കരല്ലേ? അവർ വേറെ ഏതെങ്കിലും സഭാ വിഭാഗക്കാരാണോ? പരിശുദ്ധ അമ്മയെ അംഗീകരിക്കാത്ത, പ്രാർത്ഥിക്കാത്ത അങ്ങനെ വേറെ സഭാ വിഭാഗങ്ങളുണ്ടല്ലോ, സെക്റ്റുകളുണ്ടല്ലോ, അവരിൽ പെട്ട ആരെങ്കിലും ആണോ? അവർ പറഞ്ഞു, അല്ലല്ല. ഈ ഭാര്യയും ഭർത്താവും പറഞ്ഞു, അല്ലച്ചാ, അവർ കത്തോലിക്കർ തന്നെയാണ്. പക്ഷെ അവർക്ക് ഒരിക്കലും പരിശുദ്ധ അമ്മയെ ഇഷ്ടമില്ല, പരിശുദ്ധ അമ്മയുടെ ജപമാല ഇഷ്ടമില്ല, പരിശുദ്ധ അമ്മയോടുള്ള പ്രാർത്ഥനകൾ ഇഷ്ടമില്ല, പരിശുദ്ധ അമ്മേനെ അവർക്ക് ഇഷ്ടമില്ല. അതുകൊണ്ട് അതുപോലെ അവർ എതിർക്കുമായിരുന്നു. ഞാൻ ചോദിച്ചു, അവരിപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ടോ? അദ്ദേഹം പറഞ്ഞു, ആ 2 പേരും മരിച്ചുപോയി. ഒരാൾ സ്ട്രോക്ക് വന്ന് മരിച്ചുപോയി, ഒരാൾ വേറെ എന്തോ പെട്ടെന്ന് മരിച്ചുപോയി. ഈ ചേച്ചിയുടെ ഈ 2 ആങ്ങളമാരുടെ കാര്യമാണ് ഈ പറയുന്നത്. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവ് സന്ദേശം തരുന്നുണ്ട്. കണ്ടോ, ഈ വീടിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ, ഈ വീടിൻ്റെ കുടുംബത്തിൻ്റെ തടസ്സങ്ങളെ പറ്റി സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് തന്ന ഒരു സന്ദേശം: നിങ്ങളുടെ കുടുംബത്തിൽ ആരോ പരിശുദ്ധ അമ്മയോട് തീരെ ഭക്തിയില്ലാതെ മരിച്ചുപോയവരുണ്ടല്ലോ. കണ്ടോ, ഈ സന്ദേശം എന്നെ ഒത്തിരിയേറെ ചിന്തിപ്പിക്കുകയും എന്നെ അത്ഭുതപ്പെടുത്തുകയും പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി എൻ്റെ കൂടുതൽ വർദ്ധിപ്പിക്കുകയും ചെയ്തു. കാരണം ഞാനിങ്ങനെ ചിന്തിച്ചു, എൻ്റെ ദൈവമേ, ഈ സ്വർഗം, അല്ലാതെ ദൈവം എന്തുമാത്രം ആഗ്രഹിക്കണേ നമ്മൾ പരിശുദ്ധ അമ്മയുടെ ഭക്തരായി തീരണമെന്ന്. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ഈ മാസത്തെ സാക്ഷ്യപത്രം നിങ്ങൾക്ക് ഈ അടുത്ത ആഴ്ച നിങ്ങൾക്ക് ലഭ്യമായിരിക്കും. അപ്പം അതിൽ ഒരു സന്ദേശമായി ഞാൻ എന്ത് എഴുതണം എന്ന് ചിന്തിച്ച് ദൈവസന്നിധിയിൽ ഇരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുകയായിരുന്നു. അങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈശോ ഇങ്ങനെ എഴുതി കാണിച്ചു ഇങ്ങനെയാണ്: മരിയ ഭക്തി. ഇങ്ങനെ എഴുതി കാണിക്കുകയാണ്. മരിയ ഭക്തിയെ പറ്റി അച്ഛൻ എഴുതണം എന്ന് കർത്താവ് സന്ദേശം തരികയാണ്. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, എന്താണ് മരിയ ഭക്തിയെ പറ്റി എഴുതുന്നത് പറഞ്ഞപ്പോൾ ഞാൻ ആ പേനെടുത്തു. പെട്ടെന്ന് എനിക്ക് ഈ സംഭവം ഓർമ്മ വന്നു. ഞാൻ ഈ വീട് വെഞ്ചരിക്കാൻ പോയ സംഭവം അത് എഴുതി വെച്ച് പിന്നെ ഇങ്ങനെ ഒരൊറ്റ ഇരിപ്പിൽ അങ്ങനെ പെട്ടെന്ന് ഒരു ആശയം, അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയുടെ, നമ്മളെല്ലാവരും പരിശുദ്ധ അമ്മയുടെ ഭക്തരായി തീരണം, അത് സ്വർഗത്തിൻ്റെ ദൈവത്തിൻ്റെ വലിയൊരു ആഗ്രഹമാണ് എന്നാണ് അതിൻ്റെ ഹെഡിങ്ങായിട്ട് ഞാൻ കൊടുത്തിരിക്കുക. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, അച്ഛൻ ഈ പറയുന്നത് ഒരു രഹസ്യമാണ്. ഇതൊരു രഹസ്യമാണ്, മനസ്സിലായോ? കുറേ പേർക്ക് അറിയില്ല. ഈ 3-4 ആഴ്ചയായിട്ട് അടുപ്പിച്ച് ഇവിടെ ഈ എൽറുഹയിൽ വന്ന് ധ്യാനിക്കുകയോ ഇത് ഓൺലൈനിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയോ ചെയ്യുന്നവർക്കറിയാം. കഴിഞ്ഞ ശനിയാഴ്ച അച്ഛൻ എന്താ വിളിച്ചു പറഞ്ഞത്? നിങ്ങളെല്ലാവരും പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചോളോ.
കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ശനിയാഴ്ച എന്താ വിളിച്ചു പറഞ്ഞത്? ഇതന്നെ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാൻ കർത്താവ് സന്ദേശം തരുന്നുണ്ട്. അതിൻ്റെ മുന്നത്തെ ശനിയാഴ്ച എന്താ വിളിച്ചു പറഞ്ഞത്? ഇതന്നെ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുക. തുടർച്ചയായി 3 ആഴ്ച ഈ ശനിയാഴ്ചകളിൽ ഈ ഏകദിന കൺവെൻഷന് വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങുമ്പോൾ കർത്താവ് തരുന്ന വലിയൊരു ശബ്ദ സന്ദേശമായിരുന്നു, പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാൻ ഈ ജനത്തോട് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാൻ ഈ ജനത്തോട് ഇവരുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി ഉത്തരം കിട്ടും. ഈ ജനം പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുന്നില്ല, അതുകൊണ്ടാണ് ഇവർക്ക് കുറേ പ്രശ്നങ്ങൾക്കൊന്നും ഉത്തരം കിട്ടാത്തത്. പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാൻ പറയുന്ന എത്രയോ എന്നിട്ടും ഇത് കേൾക്കാതെ പോകുന്നവരും പ്രാർത്ഥിക്കാതെ പോകുന്നവരും അനേകരുണ്ട്. കാരണം പിശാച് സമ്മതിക്കില്ല എന്നെ കൊണ്ടോ നിങ്ങളെ കൊണ്ടോ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാനായിട്ട്. വലിയ പറഞ്ഞേ ഹല്ലേലൂയ. അത് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാൻ സമ്മതിക്കില്ല എന്ന് പറയുമ്പോൾ ജപമാല മാത്രമല്ല പരിശുദ്ധ അമ്മയോടുള്ള പ്രാർത്ഥന കേട്ടോ. ചിലപ്പോൾ കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ നൊവേനയായിരിക്കാം, ചിലപ്പോൾ നിത്യസഹായ മാതാവിൻ്റെ നൊവേനയായിരിക്കാം, അല്ലെങ്കിൽ മാതാവിനുള്ള ഭക്തി. അത് പിശാച് സമ്മതിക്കില്ല. കണ്ടോ, അതുകൊണ്ട് മാതാവിൻ്റെ ഒരു മരിയ ഭക്തനായി തീരുക, ഒരു മരിയ ഭക്തയായി തീരുക, അത് ദൈവത്തിൻ്റെ ആഗ്രഹമാണെന്ന്. അത് ദൈവത്തിൻ്റെ ആഗ്രഹമാണ്. അത് ഞാൻ ചിന്തിക്കുകയായിരുന്നു, ഈ ഒരു സന്ദേശം ആ വീട്ടിൽ പറഞ്ഞ് ഞാൻ തിരിച്ച് ആ വീടൊക്കെ വെഞ്ചരിച്ച് പോരുന്ന സമയത്ത് ഞാൻ ഈ സന്ദേശത്തെ പറ്റി ചിന്തിക്കുക. ഞാനിങ്ങനെ അത്ഭുതപ്പെടായിരുന്നു, ദൈവം എന്തുമാത്രം ആഗ്രഹിക്കണേ നമ്മൾ മരിയ ഭക്തരായി തീരണമെന്ന്. അപ്പോൾ ഞാൻ ചിന്തിച്ചത് ഇതാണ്, മരിയ ഭക്തരല്ലാതെ മരിച്ചു പോകുന്നവരുടെ ആത്മസ്ഥിതി എന്തായിരിക്കും? ആരെയും വിധിക്കാനൊന്നും ഞാനില്ല. പല സെക്റ്റുകൾ അല്ലേ, മാതാവിനെ അംഗീകരിക്കാത്ത സമൂഹങ്ങൾ, സഭാ സമൂഹങ്ങൾ, എതിർക്കുന്ന വ്യക്തികൾ, മാതാവിനോട് പ്രാർത്ഥിക്കാത്ത വലിയൊരു സമൂഹം വേറെയുണ്ട്. മാതാവിനെ കളിയാക്കുന്നവരുണ്ട്, നിന്ദിക്കുന്നവരുണ്ട്. അവരുടെയൊക്കെ മരിച്ചു പോകും. അവരുടെയൊക്കെ ആത്മസ്ഥിതി എന്തായിരിക്കുന്നു ഞാൻ ചിന്തിക്കുകയാണ്. കാരണം ആ വീട്ടിൽ കയറിയപ്പോൾ പ്രാർത്ഥിച്ച പീശ തന്നില്ലേ. ഇത് ആദ്യമായിട്ടല്ല ഈ സന്ദേശം തരുന്നത്. ഞാൻ പട്ടം കിട്ടിയ സമയത്ത് പല വീടുകൾ വെഞ്ചരിക്കാൻ പോകുമ്പോഴൊക്കെ പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് പറയും, മാതാവിനെ അംഗീകരിക്കാത്ത സെക്റ്റിൽ ആരാ പോയത്? ആ ചേച്ചി പറയും, അച്ഛാ എൻ്റെ ചേട്ടൻ ബോംബെയിലാണ്, 2 ആഴ്ച മുമ്പ് അല്ലെങ്കിൽ 1 ആഴ്ച മുമ്പ് ചേട്ടൻ ആ സെക്റ്റിൽ പോയി ചേർന്നു. ഏത് സെക്റ്റ്? മാതാവിനെ അംഗീകരിക്കാത്ത സെക്റ്റുകൾ. കണ്ടോ, മാതാവിനോട് പ്രാർത്ഥിക്കാത്ത സെക്റ്റുകൾ. എത്രയോ പ്രാവശ്യം അങ്ങനെയുള്ള സന്ദേശങ്ങൾ പല സമയത്തായിട്ട് കിട്ടി. പ്രാർത്ഥിക്കാൻ ചിലർ വരും. ഒരു സഹോദരി വന്ന് പ്രാർത്ഥിക്കാൻ വന്ന് ഞോർക്കാണ്, ഞാൻ കൊച്ചച്ഛനായിരിക്കുമ്പോൾ അത് വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ചേച്ചി പറഞ്ഞു, ആ സഹോദരി ചേച്ചി പരിശുദ്ധ അമ്മയോട് ജപമാല ചൊല്ലി അതിങ്ങനെ നോക്കിയിരിക്കുകയാണ് എൻ്റെ മുഖത്തേക്ക്. ഞാൻ വെച്ചാൽ എന്തേ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാറില്ലേ? അത് പറഞ്ഞു, ഇല്ല ഞാൻ പ്രാർത്ഥിക്കാറില്ല. എന്തേ? അത് പറഞ്ഞു, അച്ഛാ ഞാനിങ്ങനെ മാതാവിനോട് പ്രാർത്ഥിക്കാത്ത ഒരു സഭയിൽപ്പെട്ട ഒരു വ്യക്തിയാണ്. കണ്ടോ, മനസ്സിലായോ? ആര് വന്നാലും സ്വർഗം പറയുന്നൊരു കാര്യമാണ്, പരിശുദ്ധാത്മാവ് നമ്മിലുണ്ടോ? പരിശുദ്ധാത്മാവ് നമ്മിലുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മെ പ്രചോദിപ്പിക്കും പരിശുദ്ധ അമ്മയെ സ്വന്തം അമ്മയായി സ്വീകരിക്കുക. ഇത് പറഞ്ഞേ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നമ്മോട് പറയും പരിശുദ്ധ അമ്മയെ സ്വന്തം അമ്മയായിട്ട് സ്വീകരിക്കാനായിട്ട്. ആരൊക്കെ കുരിശിൻ ചോട്ടിൽ നിൽക്കുന്നുണ്ടോ, അതുകൊണ്ടാണ് പറയുക, വിശുദ്ധർ പറയുന്നത് എങ്ങനെയാണ്, ആരൊക്കെ കുരിശിൻ്റെ ചോട്ടിൽ നിൽക്കുന്നുണ്ടോ അവരോടൊക്കെ അവരെല്ലാവരും പരിശുദ്ധ അമ്മയെ സ്വന്തം അമ്മയായിട്ട് തിരിച്ചറിയും. കാരണം എന്താ? നമ്മുടെ യോഹന്നാൻ കുരിശിൻ ചോട്ടിൽ നിന്നപ്പോൾ പരിശുദ്ധ അമ്മയെ, യേശുവിൻ്റെ അമ്മയെ സ്വന്തം അമ്മയായിട്ട് അവൻ തിരിച്ചറിഞ്ഞു. അതുപോലെ നീയും ഈ കുരിശിൻ്റെ ചോട്ടിൽ പോയി നിന്ന് നോക്കി, അല്പസമയം നീ നിന്ന് കഴിഞ്ഞാൽ നീയും മനസ്സിലാക്കും പരിശുദ്ധ അമ്മ യേശുവിൻ്റെ അമ്മ മാത്രമല്ല നിൻ്റെയും അമ്മയാണെന്ന്. വല്ലത് പറഞ്ഞേ ഹല്ലേലൂയ. ഇത് നിസ്സാര സംഭവമല്ല കേട്ടോ, ഇത് സ്വർഗത്തിൻ്റെ വലിയൊരു രഹസ്യമാണ് അച്ഛൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? അത് നിസ്സാര സംഭവമല്ല. കേൾക്കേണ്ട ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഇത് യൂട്യൂബിലൂടെ 10,000 കാണുന്നുണ്ട്, ഇവിടെ നിന്ന് കുറച്ച് പേര് കാണുന്നുണ്ട്. സ്നേഹമുള്ളവർ നിങ്ങൾ ശ്രദ്ധിച്ചോ, വീട്ടിൽ ഇങ്ങനെ തുടർച്ചയായ തടസ്സങ്ങൾ, രോഗങ്ങൾ, ദുരിതങ്ങൾ, സങ്കടങ്ങൾ, പ്രശ്നങ്ങൾ, പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നവർ, ഞാൻ പറഞ്ഞല്ലോ ഈ ഗ്രൂപ്പിൽ നേരത്തെ ഞാൻ സന്ദേശങ്ങൾ വിളിച്ചു പറഞ്ഞപ്പോൾ, ഒരു പ്രശ്നത്തിന് നമ്മുടെയൊക്കെ പ്രശ്നത്തിന് ഒരു കാരണം എന്താണെന്നറിയോ? നമ്മുടെ വീട്ടിൽ പരിശുദ്ധ അമ്മയുടെ ജപമാല പ്രാർത്ഥനയില്ല. പ്രത്യേകിച്ച് നമ്മുടെ കുടുംബത്തിൽ കുടുംബ പ്രാർത്ഥനയില്ല. കുടുംബ പ്രാർത്ഥനയായിട്ട് ജപമാലയല്ല നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇഷ്ടപ്പെട്ട വേറെ ഏതൊക്കെയോ പ്രാർത്ഥനകളൊക്കെ ആയിരിക്കും ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ചില കുടുംബങ്ങളിലൊക്കെ കുടുംബ പ്രാർത്ഥനയായി ചെല്ലുന്നത് കരുണക്കൊന്തിയാണ്, ചില കുടുംബങ്ങളിൽ കുടുംബ പ്രാർത്ഥനയായി ചെല്ലുന്നത് ഈ 91 സങ്കീർത്തനമാണ്, ചില കുടുംബങ്ങളിൽ കുടുംബ പ്രാർത്ഥനയായി ചെല്ലുന്നത് നൊവേനകളാണ്. ഇതൊന്നല്ല കേട്ടോ കുടുംബ പ്രാർത്ഥന. കുടുംബ പ്രാർത്ഥന എന്ന് വെച്ചാൽ അത് അപ്പനും അമ്മയും മക്കളെല്ലാവരും ഒരുമിച്ചിരുന്നുകൊണ്ട് പരിശുദ്ധ അമ്മയോട് ചേർന്ന് മധ്യസ്ഥം വഹിച്ച് ഈശോയോട് പ്രാർത്ഥിക്കുക.
ഇതാണ് കുടുംബ പ്രാർത്ഥന. ലുത്തിനി അടക്കം ചൊല്ലി, കുടുംബപ്രതിഷ്ഠ അടക്കം ചൊല്ലി, അങ്ങനെ ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് നമ്മുടെ കുടുംബത്തെ അങ്ങോട്ട് സമർപ്പിച്ചുള്ള പ്രാർത്ഥനയുണ്ടല്ലോ. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ചുള്ള പ്രാർത്ഥന, അതിനെ വിളിക്കുന്ന പേരാണ് കുടുംബ പ്രാർത്ഥന. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. ഒരിക്കൽ ഒരു ഇടവകയിൽ ധ്യാനം നടക്കുക. ആ ഇടവക ധ്യാനം നടക്കുന്ന സമയത്ത് വികാരിച്ചൻ എന്നോട് പറഞ്ഞു, അച്ഛാ, ഞങ്ങളുടെ ഇടവകയിൽ ഞങ്ങളുടെ പാട്ട് പാടുന്ന നല്ലൊരു യൂത്ത് പയ്യൻ, ആ പയ്യനും വേറൊരു പയ്യനും കൂടി ബൈക്കുമ്പോൾ പോവുകയായിരുന്നു. വണ്ടി ഇടിച്ചു, ഇവൻ തെറിച്ച് വീണ്, പിന്നിലാണ് ഇവൻ ഇരുന്നിരുന്നത്. പിന്നിലിരുന്ന് ഇവൻ തെറിച്ചു പോയി. ഇവൻ്റെ തല എവിടെ, പോസ്റ്റമ്മി എവിടെ ഇടിച്ച് തല പൊളിഞ്ഞു, മനസ്സിലായോ? ആ തലയോട്ടി അടർന്നു പോയേ എന്തോ ചെയ്തു. അവന് മരിക്കുമെന്ന് പ്രതീക്ഷിച്ച് അത്ഭുതകരമായി ഇവനെ എവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഒരു ബോധം ഓർമ്മയില്ലാതെ നാളുകളും മാസങ്ങളോളം ഹോസ്പിറ്റലിൽ കിടന്ന് തലയോട്ടി വീണ്ടും ഫിറ്റ് ചെയ്യിപ്പിച്ച് അങ്ങനെ എന്തൊക്കെ പ്രത്യേക രീതിയിലൊക്കെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് അങ്ങനെ ആൾക്കാരൊന്നും മനസ്സിലായിരുന്നില്ല. ആദ്യം ഒറ്റാളെയും മനസ്സിലാവില്ല. കണ്ണൊക്കെ തുറന്നെങ്കിലും അപ്പനേതാ അമ്മയേതാ ഇതാരാ ആ കൊച്ചിനറിയില്ല, അമ്മ ഇതാരത് ഇതാരത് ആരെ അറിയില്ല. അങ്ങനെ പിന്നീട് തിരീശ അറിയാൻ തുടങ്ങി, തിരീശ മനസ്സിലാക്കാൻ തുടങ്ങി. വികാരിച്ചൻ വന്നപ്പോൾ എവിടെയോ വികാരിച്ചനെ കണ്ടിട്ടുണ്ട്, മനസ്സിലാവുന്നില്ല. ഇങ്ങനെ വികാരിച്ചനെ നോക്കിയിരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ പറഞ്ഞപ്പോൾ തിരീശ ഓർമ്മ വന്നു. അങ്ങനെ ആ കുട്ടി ഇങ്ങനെ പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിൽ കൊണ്ടുവന്നു. അപ്പോൾ വികാരിച്ചന് എല്ലാവർക്കും സങ്കടം. വികാരിച്ചൻ വന്ന്, അച്ഛൻ എപ്പോഴെങ്കിലും നമുക്ക് ഈ ധ്യാനത്തിൻ്റെ ഇടയ്ക്ക് അച്ഛന്ന് ഒഴിവിട്ടാണെങ്കിൽ നമുക്കൊന്ന് ആ വീടൊന്ന് പോയി അവന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചു കൊടുക്കാം. ഇങ്ങനെ മൂത്രത്തിൽ ട്യൂബിട്ടും അങ്ങനെ എല്ലാത്തിലും എല്ലാം വായക്കോടെയും ഒരു പ്രത്യേക രീതിയിലേക്ക് ട്യൂബിട്ടിട്ട് ഭക്ഷണം ഇറക്കലും എല്ലാം അങ്ങനെ തന്നെയാണ് വീട്ടിലും കിടക്കണേ. അപ്പോൾ ഒന്ന് പോയി പ്രാർത്ഥിക്കാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എന്തൊക്കെയോ പ്രത്യേക രീതിയിലാണ് കിടക്കണേ. അങ്ങനെ ശരി പോകാതെ ഒന്ന് പോയി. അവിടെ പോയി ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് തന്ന പല സന്ദേശങ്ങളുണ്ട്. അതിലൊരു സന്ദേശം ഞാൻ നിങ്ങളോട് പറയാം. ഒന്നാമത്തെ ഒരു സന്ദേശം ഇതായിരുന്നു. ഞാൻ ചോദിച്ചു, നീ വാഹനത്തിൻ്റെ പിന്നിലിരുന്ന് പോകുമ്പോൾ, ഈ വാഹനം ഓടിച്ച് പോകുമ്പോൾ നിൻ്റെ കഴുത്തിൽ ഉത്തിരി ഉണ്ടായിരുന്നോ? അവൻ പറഞ്ഞു ഇല്ല. മനസ്സിലായോ? അമ്മ പറഞ്ഞു ഇല്ല, അവൻ ഉത്തിരി ഇടാറില്ല അച്ഛാ, അവൻ കൊന്തയാണ് ഇടാറ്. മനസ്സിലായോ? കൊന്തിട്ടിട്ട് എന്താ കാര്യം? ഇപ്പം തന്നെ ഞാൻ വീണ്ടും പറഞ്ഞു, കൊന്തയല്ലാട്ടോ ഇടേണ്ടത്, കഴുത്തിൽ വെന്തിങ് ഇട്ടോളോ. കൊന്ത ഇടാതിരിക്കുക ചെയ്തോ, പക്ഷെ വെന്തിങ് നിർബന്ധമായും കഴുത്തിലുണ്ടായിരിക്കണം. വല്ലത് പറഞ്ഞേ ഹല്ലേലൂയ. ഒത്തിരിയ ഭക്തി. അപ്പോൾ രണ്ടാമതൊരു കാര്യം അത് പറയാൻ ഇപ്പം ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചത് അത് മറ്റൊന്നല്ല. ഞാൻ പറഞ്ഞു നിങ്ങളുടെ വീട്ടിൽ കുടുംബ പ്രാർത്ഥനയില്ല. അപ്പോൾ അവരൊന്ന് കുടുംബ പ്രാർത്ഥനയുണ്ട്, വികാസിനും കൂടിയുണ്ട്. അപ്പോൾ അതില്ലാന്ന് പറയാൻ പറ്റില്ലല്ലോ. ഞാൻ പറഞ്ഞു വെറുതെ നുണ പറയണ്ട, മനസ്സിലായോ? നിങ്ങൾ കുടുംബ പ്രാർത്ഥന ഉണ്ടായിരിക്കാം വല്ല കാലത്തെങ്ങാനും. കാരണം വെറുതെ നുണ പറയാം. വികാസം തൊട്ടിട്ട് നിൽക്കുകയാണ്, അപ്പോൾ അച്ഛൻ കേൾക്കണമല്ലോ എന്ന് അറിയുന്നത് അപ്പോൾ ചേച്ചി പറയാം അത് കുടുംബ പ്രാർത്ഥനയൊക്കെ ഉണ്ടല്ലോ. ഞാൻ വെറുതെ നുണ പറയണ്ട. സജീവമായിട്ട് കുടുംബ പ്രാർത്ഥന ഈ കുടുംബത്തിലില്ല. അപ്പോൾ ചേച്ചി അതില്ല, ഇടയ്ക്ക് മുടങ്ങാറൊക്കെ ഉണ്ട്. ആവണ്ട, മനസ്സിലായോ? അതായത് വല്ലപ്പോഴേ കുടുംബ പ്രാർത്ഥനയുള്ളൂ, മനസ്സിലായോ? പ്രാർത്ഥനയിൽ സ്ഥിരതയില്ല. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ കുടുംബ പ്രാർത്ഥന ഇല്ലാത്ത മക്കളെ ശ്രദ്ധിച്ചോ? കുടുംബ പ്രാർത്ഥനയായിട്ട് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാത്തവർ ശ്രദ്ധിച്ചോ? നിങ്ങളുടെ കുടുംബ പ്രശ്നങ്ങൾ മാറാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ പരിശുദ്ധ അമ്മയോട് മധ്യസ്ഥം വെച്ച് പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് ഇവിടുന്ന് ബന്ധന പ്രാർത്ഥന പുസ്തകം അവിടെ ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടും. നിങ്ങൾക്കുള്ള സന്ദേശമാണ് കേട്ടോ ബന്ധന പ്രാർത്ഥന. ഈ ഏൽറുഹ ധ്യാന കേന്ദ്രത്തിൽ ആദ്യമായിട്ട് വരുന്നവരുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോ, ഈ ഏൽറുഹ ധ്യാനത്തിൻ്റെയും കൺവെൻഷൻ്റെയും പ്രത്യേകത, ഏൽറുഹ ശുശ്രൂഷകളുടെ പ്രത്യേകത വേറെ ഒന്നുമല്ല. ഇവിടുന്ന് കുറേ സന്ദേശങ്ങൾ വിളിച്ചു പറയും. ആ സന്ദേശങ്ങൾ ശ്രദ്ധിക്കുക എന്നത് നിങ്ങളുടെ ഒരു കടമയാണ്. ആ ശ്രദ്ധയോടെ ഓരോ കാര്യങ്ങൾ അച്ഛൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക. ആ ശ്രദ്ധിച്ചിട്ട് അതേപോലെ ചെയ്യുക. അച്ഛൻ എന്തുകൂടെ പറയുന്നോ അതുപോലെ ചെയ്യുക. അപ്പം അച്ഛൻ എന്താ പറഞ്ഞത്? ഇവിടുന്ന് വിളിച്ച് പറഞ്ഞൊരു കാര്യമാണ്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഉള്ളൊരു പൊതു സന്ദേശങ്ങൾ ചിലത് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ഇതാണ്, ബന്ധന പ്രാർത്ഥന ചെല്ലുക, മനസ്സിലായോ? മറ്റൊന്ന് അച്ഛൻ വിളിച്ചു പറഞ്ഞു, ഈ കഴിഞ്ഞ ആഴ്ച ഈ ആഴ്ചയും 2 പ്രാവശ്യം ഇപ്പോൾ സന്ദേശമായി തരുന്നതാണ്, ഈശോയുടെ തിരുരക്തത്താൽ കഴുകപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. യേശുവേ, അവിടുത്തെ അമൂല്യമായ തിരുരക്തത്താൽ ഓരോ നിമിഷവും എന്നെ കഴുകണമേ. വല്ലത് പറഞ്ഞേ ഹല്ലേലൂയ. ഒന്ന് പ്രാർത്ഥിച്ചേൻ. യേശുവേ, അവിടുത്തെ അമൂല്യമായ തിരുരക്തത്താൽ ഓരോ നിമിഷവും എന്നെ കഴുകണമേ. ആ പേനുണ്ടെങ്കിൽ വല്ല കടലാസുണ്ടെങ്കിൽ എഴുതി വെച്ചോ. ഇത് സ്വർഗം വെളിപ്പെടുത്തിയൊരു പ്രാർത്ഥനയാണ്. ഇത് ഞാൻ ചൊല്ലി തരുന്നൊരു പ്രാർത്ഥനയല്ല. സ്വർഗം അച്ഛനൊരു ശബ്ദ സന്ദേശമായി തന്ന പ്രാർത്ഥന. ഇന്ന് രാവിലെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ തന്ന പ്രാർത്ഥനയാണ്. ഒന്നുകൂടി ഏറ്റു പറഞ്ഞേ. യേശുവേ, അവിടുത്തെ അമൂല്യമായ തിരുരക്തത്താൽ ഓരോ നിമിഷവും എന്നെ കഴുകണമേ. കണ്ടോ, ഓരോ നിമിഷവും എന്നെ തിരുരക്തത്താൽ കഴുകണമേ. ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ കർത്താവ് ഒരു സന്ദേശം തരുന്നുണ്ട്. ആ സ്വർഗം തരുന്ന സന്ദേശങ്ങളാണ്. ഈ സന്ദേശം സ്വീകരിച്ച് നീ എല്ലാ ദിവസവും പ്രാർത്ഥന ചൊല്ലി നോക്കിയാൽ
അത്ഭുതകരമായൊരു വിടുതൽ മാറ്റം നിൻ്റെ കുടുംബത്തിലും നിൻ്റെ ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും നീ കണ്ടുമുട്ടും അധികം താമസിക്കാതെ. കാരണം എന്താണെന്നറിയോ? സ്വർഗമാണ് ഈ പ്രാർത്ഥന വെളിപ്പെടുത്തി തന്നത്. അല്ലേ? ഇത് പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലായോ? അതുകൊണ്ട് സ്വർഗം വെളിപ്പെടുത്തി കൊടുത്ത പ്രാർത്ഥനയാണ് വിശുദ്ധ ഡൊമിനിക്കിന് നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥന. മനസ്സിലായോ? സ്വർഗം വെളിപ്പെടുത്തി കൊടുത്ത പ്രാർത്ഥനയാണ്. അതുകൊണ്ടാണ് സ്വർഗം വെളിപ്പെടുത്തി കൊടുത്ത പ്രാർത്ഥനയായതുകൊണ്ട് ഈ പ്രാർത്ഥന ചൊല്ലുമ്പോൾ അത്ഭുത പെരുമഴ സംഭവിക്കും. ഈ ബന്ധന പ്രാർത്ഥനാ പുസ്തകം എന്ന പുസ്തകത്തിൻ്റെ പിന്നിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ഒരു ദൈവസ്വര സന്ദേശം. അത്ഭുത ജപമാല ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങുമ്പോൾ കർത്താവ് തന്നെ ഒരു ദൈവസ്വര സന്ദേശമാണ്. പ്രശ്നങ്ങൾ മാറിപ്പോകാൻ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. പ്രശ്നങ്ങൾ മാറിപ്പോകാൻ താല്പര്യമുള്ള ആരെങ്കിലും കൂട്ടത്തിലുണ്ടെങ്കിൽ നമുക്കെല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങൾ മാറിപ്പോണോ? നീ കൂടുതൽ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന ഏതാണെന്നറിയോ? അത് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുക. ഈ കാനായിൽ കല്യാണ വീട്ടിലൊരു പ്രശ്നം വന്നു. ആ പ്രശ്നം മാറിപ്പോകാൻ വേണ്ടി അവിടെ ഇടപെട്ടത് ആരാണ്? പരിശുദ്ധ അമ്മയാണ്. മനസ്സിലായോ? വലുത് പറഞ്ഞേ ഹല്ലേലൂയ. ഇപ്പോൾ ഞാൻ ഒരു ഉദാഹരണം ഇപ്പോഴും പറയുന്ന ഒരു ഉദാഹരണമുണ്ട്. ഞാൻ ജെറുസലം ധ്യാന കേന്ദ്രത്തിലായിരുന്ന സമയത്ത് അവിടെ ഒരു ശുശ്രൂഷകനായ വ്യക്തി എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരികയാണ്. വലിയൊരു ശുശ്രൂഷകനാണ്. ശുശ്രൂഷ എന്ന് വെച്ചാൽ വചന പ്രഘോഷകനാണ്. ഇതിലുണ്ട് കേട്ടോ, ശുശ്രൂഷകനായി മക്കൾ ഇവിടെ വന്നതായിട്ട് ഈശോ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. ഒന്നല്ലെങ്കിൽ ഓൺലൈൻ കാണുന്നുണ്ട്, അല്ലെങ്കിൽ ഇവിടെ വന്നിരിക്കുന്നുണ്ട്. ചില ശുശ്രൂഷകർ വചന ശുശ്രൂഷ ചെയ്യുകയും കൗൺസിലിംഗ് ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ചെയ്തിരുന്ന വ്യക്തികൾ ഈ കൂട്ടത്തിലിരിക്കുന്നുണ്ട്. അവരോടൊക്കെ തുറന്ന കുമ്പസാരം നടത്താൻ ഈശോ പറയുന്നുണ്ട്. അവരോടൊക്കെ ഈശോ പറയുന്നത് ഞാനോ വലുത് നീയോ വലുത് എന്നുള്ള ചിന്തകളൊക്കെ മാറ്റി എളിമപ്പെട്ട് നല്ലൊരു കുമ്പസാരം നടത്തി വീണ്ടും ആത്മാവിനെ ഉജ്ജ്വലിപ്പിക്കാൻ കർത്താവ് അവർക്ക് സന്ദേശം തരികയാണ്. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. ഓക്കെ, ഈ ശുശ്രൂഷകൻ നല്ലൊരു ശുശ്രൂഷകൻ, പക്ഷേ അദ്ദേഹത്തിന് ഏകദേശം 12 കോടി രൂപ കടമാണ്. 12 കോടി കടബാധ്യതയാണ്. അപ്പോൾ ഇദ്ദേഹം കുറേ പ്രാർത്ഥിക്കുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇദ്ദേഹത്തെ കൊണ്ടുവരുന്നത് വേറൊരു വലിയൊരു ശുശ്രൂഷകനാണ്. അയാളുടെ പേര് പറഞ്ഞാൽ കുറച്ച് പേർക്കെങ്കിലും അറിയും. അത്രയും വലിയൊരു ശുശ്രൂഷകൻ്റെ കൂടെ ശുശ്രൂഷ ചെയ്യുന്ന ഒരു ബ്രദറാണ് എൻ്റെ അടുത്തേക്ക് വരിക. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെയും 12 കോടി കടബാധ്യത. പക്ഷേ ഇദ്ദേഹത്തിന് ഒത്തിരി ഭൂസ്വത്തുണ്ട്. ഇത് വിറ്റ് പോവുകയാണെങ്കിൽ ഈ കടബാധ്യതയൊക്കെ മാറ്റാൻ പറ്റും. പക്ഷെ അത് മാറ്റാൻ പറ്റേണ്ട, ഇത് വിറ്റ് പോകുന്നില്ല. ഒരു സ്ഥലം ഈ കാലഘട്ടത്തിൽ വിറ്റ് പോകുന്നില്ലല്ലോ. അങ്ങനെ വിറ്റ് പോകുന്നില്ല. അപ്പോൾ ഇത് എന്ത് ചെയ്യും ഒന്നറിയാതെ വിഷമിച്ച് അവരെൻ്റെ അടുത്തേക്ക് വരികയാണ്. ഇതാണ് അവരുടെ പ്രശ്നം. ഈ മേഖലയെ സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, എന്താണ് ചെയ്യേണ്ടത്? എന്താണ് ഈ സഹോദരന് പറയേണ്ടത്? എന്താണ് ഇതിന് പ്രതിവിധി? ഇദ്ദേഹം ഒരു പ്രാർത്ഥനാകാരനാണ്, പ്രാർത്ഥനാ ചേട്ടനാണ്. ഇയാളെ സമർപ്പിച്ച് ഇങ്ങനെ ദൈവസന്നിധി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് വ്യക്തമായൊരു സന്ദേശം തന്നു. ആ സന്ദേശം ഇതായിരുന്നു: പരിശുദ്ധ മറിയത്തോട് പ്രാർത്ഥിക്കുക. ഇത് പറഞ്ഞേ ഹല്ലേലൂയ. ദൈവസ്വര സന്ദേശമായിരുന്നു. പരിശുദ്ധ മറിയത്തോട് പ്രാർത്ഥിക്കുക. ദൈവസ്വരത്തിൻ്റെ പ്രത്യേകത പിന്നെ നമുക്കതിൽ നോക്കേണ്ടതില്ല. അതത്രയും ക്ലിയർ ആയിരിക്കും. ഞാൻ എഴുന്നേറ്റ് അദ്ദേഹത്തോട് പറഞ്ഞു, സഹോദരൻ്റെ ഈ കടബാധ്യത മാറണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഊഹച്ച എനിക്ക് ആഗ്രഹമുണ്ട്, ഈ പ്രശ്നം ഒന്ന് മാറിക്കിട്ടണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. ഈ പ്രതിസന്ധി ചെയ്യേണ്ട ഒരേ ഒരു കാര്യം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. മനസ്സിലായോ? അദ്ദേഹത്തിന് ഒരു ഭാവമാറ്റമില്ല. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ ജപമാല ഒത്തിരി ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരാളാണ് എന്ന് പറഞ്ഞു. മനസ്സിലായോ? ഞാൻ പറഞ്ഞു, ജപമാല എത്ര ചെല്ലാറുണ്ട്? അദ്ദേഹം പറഞ്ഞു, ഞാൻ എല്ലാ ദിവസവും മുടങ്ങാതെ 7 ജപമാല ചുരുങ്ങിയത് ചെല്ലും. ഏറ്റവും ചുരുങ്ങിയത് 7 ജപമാല ചൊല്ലി ഞാൻ കാഴ്ചവെക്കുന്നു പറഞ്ഞു. പ്രാർത്ഥിക്കുക ഏറ്റവും ചുരുങ്ങിയത്. ഇയാളൊരു ശുശ്രൂഷകൻ കൂടിയാണ്. 7 ജപമാല ഞാൻ ഏറ്റവും ചുരുങ്ങിയത് ചെല്ലുന്നു പറഞ്ഞു. അപ്പോൾ എനിക്ക് കൺഫ്യൂഷനായി. ഞാൻ കേട്ട ദൈവസ്വരം ഇയാൾ പറയുന്നു. അപ്പോൾ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കണം എന്നാണ് ഞാൻ കേട്ട ദൈവസ്വരം. ശ്രദ്ധിച്ച് കേൾക്കുക. പരിശുദ്ധ മറിയത്തോട് പ്രാർത്ഥിക്കാനുള്ള സന്ദേശമാണ് ഞാൻ കേട്ടത്. പക്ഷെ ഞാൻ അദ്ദേഹത്തോട് പറയുന്നത് എന്താണെന്നറിയോ? ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാനാണ്. ഈ സഹോദരൻ പറയുന്നു, ഞാൻ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ടെന്ന് ഈ ചേട്ടൻ പറയുകയാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ അല്പസമയം ആലോചിച്ചിരുന്നു, എല്ലാ ദിവസവും ചെല്ലാറുണ്ടോ ചേട്ടൻ? ആ ചേട്ടൻ പറഞ്ഞു, ഞാൻ എല്ലാ ദിവസവും ജപമാല എണ്ണം വെച്ച് ചെല്ലാറുണ്ട്, ചുരുങ്ങിയതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നല്ല കാര്യം. ഇനിയും ചേട്ടൻ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചോ. ജപമാല കൂടുതൽ ചൊല്ലി പ്രാർത്ഥിച്ചോ. ജപമാലയിലൂടെയാണ് കർത്താവ് ചേട്ടൻ്റെ ജീവിതത്തിൽ ഇടപെടുക. പരിശുദ്ധ അമ്മയാണ്, പരിശുദ്ധ മറിയമാണ് ചേട്ടൻ്റെ ശക്തി. ഇങ്ങനെ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മുഖഭാവം മാറാൻ തുടങ്ങി. അതിൻ്റെ നെറ്റിയൊക്കെ ചുളിക്കാൻ തുടങ്ങി. പരിശുദ്ധ അമ്മ എന്ന വാക്ക് വന്നപ്പോൾ അതുവരെ ജപമാല ഈ വാക്ക് തന്നെയായിരുന്നു. അതുവരെ പരിശുദ്ധ മറിയം ഈ വാക്ക് ഞാൻ പറഞ്ഞിരുന്നില്ല. പരിശുദ്ധ അമ്മ മറിയം എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ നെറ്റിയൊക്കെ ചുളിക്കാൻ തുടങ്ങി. അപ്പം ഞാൻ അതിൻ്റെ നെറ്റി ചുളിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, എന്തേ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാറില്ലേ? അദ്ദേഹം പറഞ്ഞു, അയ്യോ, ഞാൻ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാറില്ല. ചേട്ടനല്ലേ പറഞ്ഞ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ടെന്ന്. ആ ചേട്ടൻ പറഞ്ഞു, ഞാൻ ജപമാല ചെല്ലാറുണ്ട് അച്ഛാ,
പക്ഷെ ജപമാല ചെല്ലുന്നത് പരിശുദ്ധ അമ്മയുടെ ജപമാലയല്ല ഞാൻ ചെല്ലാറ്. ഞാൻ ചെല്ലാറ് 4 കരുണയുടെ ജപമാലയും 3 വചനത്തിൻ്റെ ജപമാലയാണ് ചെല്ലാറ്. ഇത് പറഞ്ഞേ ഹല്ലേലൂയ. ഇദ്ദേഹം ജപമാല ചെല്ലാറുണ്ട്. പക്ഷെ അദ്ദേഹം ജപമാല ചെല്ലാറ് ഏത് ജപമാലയാണ്? 4 കരുണയുടെ ജപമാലയും 3 വചനത്തിൻ്റെ ജപമാലയാണ് അദ്ദേഹം ചെല്ലാറ്. ഞാൻ പറഞ്ഞതിൻ്റെ ചേട്ടൻ കർത്താവ് പറഞ്ഞത് ഈ കരുണയുടെ ജപമാലയും വചനത്തിൻ്റെ ജപമാലയും ചെല്ലാനല്ല ഇപ്പോൾ ചേട്ടനോട് ആവശ്യപ്പെടുന്നത്. അതൊക്കെ ചേട്ടൻ വേറെ ചെല്ലിക്കോ. പക്ഷെ ഇപ്പോൾ ചേട്ടൻ്റെ ഈ കടബാധ്യത മാറാനായിട്ട് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം പരിശുദ്ധ അമ്മയോട് ധാരാളം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. പരിശുദ്ധ അമ്മ ഇടപെടുന്നു പറഞ്ഞു. അങ്ങനെ അദ്ദേഹം പോയി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, 2 മാസം കഴിയല്ല ഇദ്ദേഹത്തിൻ്റെ 50 സെൻറ്റ് സ്ഥലം 4 കോടി രൂപയ്ക്ക് വിറ്റുപോയി. ഇത് പറഞ്ഞേ ഹല്ലേലൂയ. കണ്ടോ, 12 കോടി എന്നുള്ളത് 8 കോടിയായിട്ട് കുറയുക. അതൊരു അത്ഭുതം തന്നെയല്ലേ 2 മാസം കൊണ്ട്, മനസ്സിലായോ? അപ്പോൾ ആ ഇടയാണ് ഇന്ന് എൻ്റെ പ്രിയ സഹോദരനെ ശ്രദ്ധിക്കുക. ഇതിനെപ്പറ്റി മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട് പല സ്ഥലത്ത്. അതായത് ഇന്ന് പലരും ഏറ്റവും കൂടുതൽ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് കരുണയുടെ ജപമാല. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, കരുണയുടെ ജപമാലയ്ക്ക് കൂടുതൽ നമ്മൾ ചെല്ലേണ്ട പ്രാർത്ഥനയാണ് പരിശുദ്ധ അമ്മയുടെ ജപമാല. വിശുദ്ധ പാദ്രി പിയോ ഒരു ദിവസം 40 ജപമാല ചൊല്ലിയിരുന്ന വ്യക്തിയാണ്. വിശുദ്ധ മദർ തെരേസ ഒരു ദിവസം 40 ജപമാല ചൊല്ലിയിരുന്ന വ്യക്തിയാണ്. തിരുസഭയിൽ ഏറ്റവും കൂടുതൽ പരിശുദ്ധ അമ്മയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച വ്യക്തികളാണ് വിശുദ്ധ പാദ്രി പിയോയും വിശുദ്ധ മദർ തെരേസയും. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. വിശുദ്ധർ ഏറ്റവും കൂടുതൽ ചൊല്ലിയ പ്രാർത്ഥന ഏതാണ്? ഇപ്പോൾ വിശുദ്ധ ഇബ്രാസിയമ്മ, വിശുദ്ധ മറിയം തിരേസ്യ, വിശുദ്ധ ചാവറയച്ചൻ, ഇന്ത്യയിലെ തന്നെ കേരളത്തിലെ തന്നെ വിശുദ്ധരെടുക്കാമല്ലോ. ഇവരൊക്കെ ഏറ്റവും കൂടുതൽ ചൊല്ലിയ പ്രാർത്ഥന ഏതാണെന്ന് പറയുന്നത് നിങ്ങൾക്ക്? പരിശുദ്ധ അമ്മയുടെ ജപമാല. ജപമാല മനസ്സിലായോ? ജപമാല ചൊല്ലി പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി, മനസ്സിലായോ? ആ വ്യക്തിയെ ഒരു വിശുദ്ധനാക്കി മാറ്റും. അല്ല ഇത് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഇപ്പം ഞാൻ ഓർക്കാണ് അതിനോട് ബന്ധപ്പെട്ട് മറ്റേ സംഭവത്തോട് ബന്ധപ്പെട്ട് ഒരു സംഭവം കൂടി പറയാം. ആ ഇടയാണ് ഒരു പെന്തക്കോസ്താ തിരുനാൾ. ആ വർഷത്തെ പെന്തക്കോസ്താ തിരുനാൾ വന്നു. പെന്തക്കോസ്താ തിരുനാളിന് ഒരു വീട് ഒരു കോൺവെൻറ്റിൽ ഒരു ശുശ്രൂഷ നടത്താൻ വേണ്ടി പോവുകയാണ്. പെന്തക്കോസ്തയുടെ തലേ ദിവസം അവിടെ പോയി ആ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുത്ത് ഒരു 2 മണിക്കൂർ ടോക്ക്, 1 മണിക്കൂർ ആരാധന, 3 മണിക്കൂറാണ്. സിസ്റ്റേഴ്സ് 10-30 പേരുണ്ട്, വലിയ മഠമാണ്. അങ്ങനെ പരിശുദ്ധ അമ്മയെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആരെ കിട്ടും? പരിശുദ്ധാത്മാവിനെ കിട്ടും. പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചാൽ ആരെ കിട്ടും? പരിശുദ്ധാത്മാവിനെ കിട്ടും. ഈ ഒരു വിഷയത്തെ പറ്റി ഞാൻ ഒരു 2 മണിക്കൂർ ടോക്ക് പ്രസംഗം പറഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങി ഭക്ഷണമൊക്കെ കഴിഞ്ഞ് രാത്രിയിലാണ് ശുശ്രൂഷ. അങ്ങനെ ഭക്ഷണം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു വളരെ പ്രായം ചെന്നൊരു സിസ്റ്റർ അവനിങ്ങനെ ആടി എൻ്റെ അടുത്തേക്ക് വരികയാണ്. ആ പ്രായം ചെന്ന സിസ്റ്റർ വന്നിട്ട് എൻ്റെ കൈമ കയറി പിടിച്ചു. ആ കൈമ കയറി പിടിച്ചിട്ട് പറഞ്ഞു, എൻ്റെ അച്ഛൻ പറഞ്ഞത് മുഴുവനും ശരിയാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വെച്ചാൽ എന്താണ് എനിക്ക് മനസ്സിലായില്ല, എന്ത് ശരിയാണെന്നാണ് സിസ്റ്റർ പറയണേ. ആ സിസ്റ്റർ പറഞ്ഞു, അച്ഛൻ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞില്ലേ ഇന്ന് കുറേ പേര് പരിശുദ്ധ അമ്മയോടുള്ള പ്രാർത്ഥന അവസാനിപ്പിച്ച് പരിശുദ്ധ അമ്മയുടെ ജപമാല ചെല്ലാതെ കരുണയുടെ ജപമാലയാണ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നതെന്ന്. ആ പറഞ്ഞത് വളരെ ശരിയാണ്. കാരണം ഞാൻ റിട്ടയറായി, അതെല്ലാം കഴിഞ്ഞ് പ്രായമായി, മുഴുവൻ സമയം സക്രായുടെ മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സിസ്റ്ററാണ്. ഞാൻ എല്ലാ ദിവസവും ശ്രദ്ധിച്ച് കേട്ടോ 100 കരുണക്കൊന്ത ചെല്ലും. എല്ലാ ദിവസവും ഞാൻ 100 കരുണക്കൊന്ത ചെല്ലും. പക്ഷെ ഞാൻ ഒരു ദിവസം പോലും പരിശുദ്ധ അമ്മയുടെ അല്ലെങ്കിൽ ഒരു പ്രാവശ്യം പോലും ഞാൻ പരിശുദ്ധ അമ്മയുടെ ജപമാല ചൊല്ലാറില്ല. ഇത് പറഞ്ഞേ ഹല്ലേലൂയ. ഉണ്ടോ? അദ്ദേഹം പറയുക, ആ സഹോദരി പറയുകയാണ്, ആ സിസ്റ്റർ പറയുകയാണ്, എല്ലാ ദിവസവും ഞാൻ 100 കരുണക്കൊന്ത ചെല്ലും. പക്ഷേ ഒരു പ്രാവശ്യം പോലും പരിശുദ്ധ അമ്മയോട് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ ഇങ്ങനെ പറഞ്ഞ ആ സഹോദരി ആ പ്രാർത്ഥന ചെല്ലാറില്ല. കണ്ടോ? എനിക്ക് അത്ഭുതം തോന്നി. കാരണം എന്നെ അത്ഭുതകരമായി ആ ഒരു സ്ഥലത്തേക്ക് ദൈവം കൊണ്ടുപോയ പോലെ എനിക്ക് തോന്നി. കാരണം ഞാൻ അവിടെ പ്രസംഗിച്ചിരുന്നു. ഈ നേരത്തെ ഞാൻ പറഞ്ഞ ആ ചേട്ടൻ്റെ കാര്യം, ഒരു ചേട്ടൻ എൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വന്നിരുന്നു. ഇങ്ങനെ ഒത്തിരി ജപമാല ചെല്ലുന്ന വ്യക്തി. പക്ഷെ അദ്ദേഹം ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ജപമാലകൾ മുഴുവനും വേറെ പല ജപമാലകൾ, ഇഷ്ടംപോലെ ജപമാലകൾ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. തിരുരക്തത്തിൻ്റെ ജപമാല, തിരുഹൃദയത്തിൻ്റെ ജപമാല, ദിവ്യകാന്ഡത്തിൻ്റെ ജപമാല, കരുണയുടെ ജപമാല, വചനത്തിൻ്റെ ജപമാല, പരിശുദ്ധാത്മാവിൻ്റെ ജപമാല, ഇങ്ങനെ ഇഷ്ടംപോലെ ജപമാലകൾ വേറെ കുറേ ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് പലർക്കും പരിശുദ്ധ അമ്മയുടെ ജപമാല ഉപേക്ഷിച്ച് പലരും അങ്ങനെയുള്ള പല ജപമാലകളും ധാരാളമായി ചൊല്ലിപ്പോവുകയാണ്. ആ ജപമാല ചൊല്ലിക്കൊണ്ടൊന്നും ഒരു തെറ്റില്ല കേട്ടോ. പക്ഷെ അതൊന്നും പരിശുദ്ധ അമ്മയുടെ ജപമാല പ്രാർത്ഥനയ്ക്ക് പകരമല്ല. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലായോ? അത്രയും പ്രാധാന്യമുണ്ട് പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിക്ക്. എന്തുകൊണ്ടാണ്
പരിശുദ്ധ അമ്മയെ ഒരു മരിയ ഭക്തനായി നമ്മൾ തീരണമെന്ന് പറയാൻ കാരണം എന്താ? പരിശുദ്ധ അമ്മയെ നമ്മുടെ സ്വന്തം അമ്മയായി സ്വീകരിക്കണം, അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയുടെ ഭക്തരായി തീരണം, അത് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഇങ്ങനെ പറയാനുള്ളൊരു കാരണം എന്താ? അങ്ങനെ പല കാരണങ്ങളുണ്ട് കേട്ടോ. അതിനൊരു പ്രധാനപ്പെട്ട കാരണം എന്താണെന്നറിയോ നിങ്ങൾക്ക്? അതിൻ്റെ കാരണം ഞാൻ പലപ്പോഴായിട്ട് പ്രസംഗിച്ചപ്പോൾ പറയുന്ന പോലെ തന്നെ അതിൻ്റെ പ്രാധാന്യം അറിയണമെങ്കിൽ സ്വർഗത്തിൽ ദൈവം കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനം ആർക്കാണ്? ആലോചിച്ച് നോക്കിയേ. സ്വർഗത്തിൽ ദൈവം കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനം ആർക്കാണ്? ദൈവം കഴിഞ്ഞാൽ സ്വർഗത്തിൽ രണ്ടാം സ്ഥാനം മാതാവിൻ്റെ ലുത്തിനിയയിൽ നമ്മൾ പാടുന്നതും വായിക്കുന്നതും എന്താണ്? മാലാഖമാരുടെ രാജ്ഞി, സ്വർലോക രാജ്ഞി. ദൈവം കഴിഞ്ഞാൽ രണ്ടാമത്തെ സ്ഥാനം ആർക്കാണ്? പരിശുദ്ധ മറിയത്തിനാണ്. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ തന്നെ മനസ്സിലായല്ലോ, ദൈവം കഴിഞ്ഞാൽ സ്വർഗത്തിൽ രണ്ടാം സ്ഥാനം പരിശുദ്ധ മറിയത്തിനാണ്. മനസ്സിലായോ? സ്വർഗത്തിൽ അപ്പോൾ തന്നെ മനസ്സിലാക്കുക, പരിശുദ്ധ അമ്മ സ്വർലോക രാജ്ഞിയാണ്. ഇപ്പോൾ ഇവിടെ നമ്മുടെ എൽ റുഹ ബൈബിൾ കൺവെൻഷൻ കഴിഞ്ഞ ഏപ്രിൽ 10 തൊട്ട് 14 വരെ നമ്മൾ നടത്തി. ആ കൺവെൻഷന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് തന്ന ദൈവിക സന്ദേശങ്ങൾ ഒരു പത്രത്തിൽ ഒരു പേപ്പറിലടിച്ച് ഞങ്ങളിവിടെ വിതരണം ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് കുറച്ച് പേർക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും, കിട്ടാത്തവർക്ക് ഇന്ന് ഇവിടെ വിതരണം ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. അല്ലെങ്കിൽ ആ സ്റ്റോളിൽ പോയി ചോദിച്ചാൽ മതി. ദൈവിക സന്ദേശങ്ങൾ എന്ന പേരുള്ള ആ പത്രം അല്ലെങ്കിൽ ആ പേപ്പർ തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ കൺവെൻഷന് കർത്താവ് തന്ന ദൈവിക സന്ദേശങ്ങളാണ്. അതിലൊരു പ്രധാനപ്പെട്ട സന്ദേശം ഞാനിപ്പോൾ തന്നെ പറയാം. അത് വിശുദ്ധ റാഫേൽ മാലാഖയോട് പ്രാർത്ഥിക്കാനുള്ള സന്ദേശമാണ്. കുടുംബങ്ങളെ തകർക്കുന്ന തിന്മകൾ മാറിപ്പോകാൻ വിശുദ്ധ റാഫേൽ മാലാഖയോട് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. നിങ്ങളുടെ കുടുംബ പ്രാർത്ഥന കഴിയുമ്പോൾ റാഫേൽ മാലാഖയുടെ നൊവേന കൂടി കൂട്ടിച്ചേർക്കുന്നത് വളരെ നല്ലതാണ്. ആ റാഫേൽ മാലാഖയുടെ നൊവേന കാർഡ് നിങ്ങൾക്ക് അവിടെ സ്റ്റോളിൽ ചോദിച്ചു കഴിഞ്ഞാൽ ലഭ്യമായിരിക്കും. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. അതിൽ ആദ്യത്തെ സന്ദേശമായിട്ട് എഴുതി വച്ചിരിക്കുന്നത് ഇതാണ്: സ്വർലോക രാജ്ഞിയായ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുക. സ്വർലോക രാജ്ഞി, മനസ്സിലായോ? സ്വർലോക രാജ്ഞി വാഴുന്നു റാണിയായി സ്വർഗലോകേ കേഴുന്ന മർത്യർക്ക് സാന്ത്വനമായി. ഇതാണ് കണ്ടോ, വാഴുന്നു റാണിയായി സ്വർഗലോകേ. സ്വർലോക രാജ്ഞിയാണ് പരിശുദ്ധ മറിയം. മനസ്സിലായോ? മറിയത്തോട് പ്രത്യേക ഭക്തി ഉണ്ടായിരിക്കട്ടെ. ഈ അടുത്ത് പ്രാർത്ഥിക്കുന്ന സമയത്ത് കർത്താവ് തന്ന സന്ദേശം കഴിഞ്ഞ ആഴ്ചയോ കഴിഞ്ഞതിന് മുമ്പത്താഴ്ചയോ ഈ ഏകദിന കൺവെൻഷന് വേണ്ടി പ്രാർത്ഥിച്ചു വരുമ്പോൾ ഈശോ തന്നതാണ് മേരി ലോകമാതാ. കണ്ടോ ആ പാട്ട് ഏതാ പാടിയൻ? നന്മ നേരുമമ്മ വിണ്ണിൻ രാജകന്യ ധന്യ സർവവന്യ മേരി ലോകമാതാ. കണ്ടോ വലുത് പറഞ്ഞേ ഹല്ലേലൂയ. ഈ ലോകത്തിൻ്റെ മാതാവ് എന്ന് പറയുന്നത് അത് പരിശുദ്ധ അമ്മയാണ്. മനസ്സിലായോ? സ്വർലോക രാജ്ഞിയാണ്, മാലാഖമാരുടെ രാജ്ഞിയാണ്. സ്വർഗത്തിൽ രണ്ടാം സ്ഥാനം പരിശുദ്ധ അമ്മയ്ക്കാണ്. ഇനി പരിശുദ്ധ അമ്മയുടെ പ്രാധാന്യം അറിയാത്തവരുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോ. പരിശുദ്ധ അമ്മയുടെ രണ്ടാമത്തെ പ്രാധാന്യം അറിയണമെങ്കിൽ നമ്മൾ മരിച്ചു പോയി കഴിഞ്ഞാൽ, നമ്മൾ മരിച്ചതിന് ശേഷം നമ്മെ രക്ഷിക്കാൻ പറ്റുന്നത് ആർക്കാണ്? ഒന്ന് ശ്രദ്ധിച്ചേൻ. നമ്മൾ മരിച്ചതിന് ശേഷം നമ്മെ രക്ഷിക്കാൻ പറ്റുന്നത് ആർക്കാണ്? നമ്മൾ മരിച്ചതിന് ശേഷം നമ്മെ രക്ഷിക്കാൻ പറ്റുന്നത് ദൈവത്തിന് സാധിക്കാതെ അറിയാം നമുക്ക്. അതിന് ശേഷം നമ്മെ രക്ഷിക്കാൻ പറ്റുന്നത് പരിശുദ്ധ അമ്മയ്ക്ക് മാത്രമാണ്. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. പരിശുദ്ധ മറിയത്തിനാണ്. അതുകൊണ്ടാണ് ശ്രദ്ധിക്കുക, ഈ ഭൂമിയിൽ ജീവിക്കുന്ന നമ്മൾ ഒരേ ഒരു വിശുദ്ധയോട് മാത്രമേ ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെന്ന് പറയുള്ളൂ. മനസ്സിലായോ? വിശുദ്ധ അന്തോണിസിനോട് നമ്മൾ പറയുമോ ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് ഞങ്ങൾക്ക് അപേക്ഷിക്കണമെന്ന്? ഇല്ല. ചാവറേസിനോട് പറയുമോ? മറിയം ത്രേസ്യയോട് പറയുമോ? ഈ ഭൂമിയിൽ ഒരു വിശുദ്ധയോടോ നമ്മൾ ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കില്ല. കാരണം അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. മരണസമയത്തെന്ന് ഉദ്ദേശിച്ചത് മരിച്ചതിന് ശേഷമാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. മരിക്കാൻ കിടക്കുന്ന സമയത്തല്ല ഉദ്ദേശിക്കുന്നത്. വിശുദ്ധ ഔസേപിതാവിനോട് നല്ല മരണം കിട്ടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും. പക്ഷെ മരിച്ചതിന് ശേഷം പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ ഔസേപിതാവിനും പറ്റില്ല. നമ്മൾ മരിച്ചതിന് ശേഷം നമ്മെ രക്ഷിക്കാൻ സാധിക്കുന്നത് ആർക്കാണ്? ദൈവം കഴിഞ്ഞാൽ പരിശുദ്ധ അമ്മയ്ക്ക് മാത്രമാണ്. അതുകൊണ്ടാണ് ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നതിന് നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ പ്രാർത്ഥിക്കും. നോക്കിയേൻ, ആ വീട് വെഞ്ചരിക്കാൻ നിന്നപ്പോൾ ആ 2 സഹോദരന്മാർ ജീവിതകാലത്ത് ഒരിക്കലും പ്രാർത്ഥിച്ചിട്ടില്ല പരിശുദ്ധ അമ്മയോട് ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ, മരണസമയത്ത് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ. അവർ പ്രാർത്ഥിച്ചു. അവരും പരിശുദ്ധ അമ്മയെ കൂകി വിളിച്ചും കളിയാക്കിയും നിന്ദിച്ചും അങ്ങനെ പ്രാർത്ഥന ചൊല്ലുന്നവരെ കളിയാക്കിയും ബഹുമാനിക്കാതെയും നടന്ന 2 സഹോദരങ്ങൾ. മനസ്സിലായോ? അവർ 2 മരിച്ചുപോയി. വിറ്റിങ്ങളെ രക്ഷിക്കാൻ പറ്റുന്നത് ദൈവം കഴിഞ്ഞാൽ പരിശുദ്ധ അമ്മയല്ലേ. 2 രക്ഷപ്പെട്ടിട്ടില്ല. ശരിയായ പ്രാർത്ഥന അവർക്ക് കിട്ടിയിട്ടില്ല. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് കർത്താവ് സന്ദേശം തരികയാണ് ആ വീട്ടുകാർക്ക്. അവരെ രക്ഷിക്കാൻ പറ്റുന്ന പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കേണ്ടതല്ലായിരുന്നേ. മനസ്സിലായോ? വലുത് പറഞ്ഞേ ഹല്ലേലൂയ.
അതുകൊണ്ടല്ലേ ഒരു മാർപ്പാപ്പിക്ക് വെളിപ്പെടുത്തി കിട്ടിയത്, ഈ ഉത്തിരിയം ധരിച്ച് മരിക്കുന്നവർ ശുദ്ധീകരണ സ്ഥലത്ത് പോയാലും എല്ലാ ശനിയാഴ്ചയും ഞാൻ ശുദ്ധീകരണ സ്ഥലത്തേക്ക് ഇറങ്ങിച്ചെന്ന് ഈ ആത്മാവിനെ സ്വർഗത്തിലേക്ക് കൊണ്ടുവരുന്ന പറയുക. അങ്ങനെ ഒരു വെളിപ്പെടുത്തലുണ്ട്. യോഹന്നാൻ മാർപ്പാപ്പിക്ക് മറ്റോ ലഭിച്ച ഒരു വെളിപ്പെടുത്തലാണ്. അപ്പോൾ അതിന് സ്നേഹമുള്ളവരെ, ശുദ്ധീകരണ സ്ഥലത്തേക്ക് ഇറങ്ങിച്ചെല്ലുക. ആർക്കാ സാധിക്കുക ശുദ്ധീകരണ സ്ഥലത്തേക്ക് ഇറങ്ങിച്ചെല്ലാൻ? ആർക്കാ പറ്റുക? ഈ നിൽക്കുന്ന പരിശുദ്ധ അമ്മയ്ക്കേ പറ്റുള്ളൂ ശുദ്ധീകരണ സ്ഥലത്തേക്ക് ഇറങ്ങിച്ചെന്ന് നമ്മെ മേലേക്ക് കൊണ്ടുവരാൻ, സ്വർഗത്തിലേക്ക് കൊണ്ടുവരാൻ. മനസ്സിലായോ? അപ്പോൾ പരിശുദ്ധ അമ്മയുടെ രണ്ടാമത്തെ പ്രാധാന്യം മനസ്സിലാക്കുക. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. ഇനി പരിശുദ്ധ അമ്മയുടെ മൂന്നാമത്തെ പ്രാധാന്യം മനസ്സിലാക്കുക. പരിശുദ്ധ അമ്മയുടെ മൂന്നാമത്തെ പ്രാധാന്യം ഇതാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ പ്രത്യക്ഷപ്പെടുന്നത് ആരാണ്? മനസ്സിലായോ? ഇന്ന് ആരാണ് ഏറ്റവും കൂടുതൽ? ഫാത്തിമയിൽ പ്രത്യക്ഷപ്പെടുന്നു, മെജുഗരയിൽ പ്രത്യക്ഷപ്പെടുന്നു, അല്ലെങ്കിൽ ലൂദിൽ പ്രത്യക്ഷപ്പെടുന്നു. ഇനി അവിടെ മാത്രമാണ് പ്രത്യക്ഷപ്പെടുന്നത്. ഈ കണ്ണൂർ പ്രത്യക്ഷപ്പെടുന്നു, എലിപ്പാറ പ്രത്യക്ഷപ്പെടുന്നു, കാഞ്ചിക്കോട് പ്രത്യക്ഷപ്പെട്ടു. എത്ര പേര് ഇവിടുന്ന് നേരിട്ട് കണ്ട് അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട് പരിശുദ്ധ അമ്മയെ. സുഗന്ധാഭിഷേകം, എണ്ണ വരുന്നു, പാല് വരുന്നു, രക്തം വരുന്നു, സുഗന്ധം വരുന്നു, അല്ലേ? എന്നാൽ ഇവിടുന്ന് കുറച്ച് SKD സിസ്റ്റേഴ്സ് ഇവിടുത്തെ ഈ എൽറുഹ ജപമാല ഇവിടുന്ന് ഇറക്കുന്ന ജപമാലയാണ്. സ്നേഹമുള്ളവർ, ഇവിടുന്ന് ഇറക്കുന്ന ജപമാലയാണ് ഈ എൽറുഹ ജപമാല. ഞങ്ങൾ തന്നെ ഞങ്ങളുടെ ശുശ്രൂഷയിൽ ഉണ്ടാക്കുന്ന ജപമാലയാണ്. മാതാവ് വെളിപ്പെടുത്തി തന്നതിൻ്റെ പേരിൽ ഈ എൽറുഹ ധ്യാനം ജെറുസലം ധ്യാന കേന്ദ്രത്തിൽ വെച്ച് ആരംഭിച്ച് അന്ന് മുതൽ ഇവിടെ നമ്മൾ ഇറക്കിക്കൊണ്ടിരിക്കുന്ന ജപമാലയാണ് ഈ വെള്ളയും നീലയും കളറിൽ ഈ എൽറുഹ ജപമാല. നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് വാങ്ങാവുന്നതാണ്. ഈ ജപമാല ഇവിടുന്ന് സിസ്റ്റേഴ്സ് വാങ്ങിക്കൊണ്ടുപോയി. അവർ കൊണ്ടുപോയി ഇവിടെ എവിടെയോ ഒരു സ്ഥലത്ത് മാതാവ് പ്രത്യക്ഷപ്പെടുന്ന സ്ഥലത്ത് വന്നു. അവർ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ ദേ ആ ജപമാലയിൽ നിന്ന് എണ്ണ വരാൻ തുടങ്ങി. ഈ ജപമാലയിൽ നിന്ന് എണ്ണ വരാൻ തുടങ്ങി. പ്രതിഭാസം. ഇവർ പറയുകയാണ്, ഈ 2 സിസ്റ്റേഴ്സ്, ഞങ്ങൾ ഈ മാല ഒരു മുല്ലപ്പൂമാല കൊണ്ടുപോയിട്ട് മാതാവിൻ്റെ കഴുത്തിലിട്ടു. ഈ ചെറിയൊരു മാല, അത് ഞങ്ങൾ ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ മാല ഇങ്ങനെ വലുതായി കണ്ടോ, അടിവരെത്തി, മീൻസ് നിലം വരെ മുട്ടി, കണ്ടോ? ഇങ്ങനെയുള്ള പ്രതിഭാസങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഭൂരിഭാഗം പേര് അല്ലെങ്കിൽ ചിലരെങ്കിലും കണ്ടിട്ടുണ്ടായിരിക്കും. മാതാവിൻ്റെ വെളിപ്പെടുത്തലുകളും ഇങ്ങനെയുള്ള സന്ദേശങ്ങളും ഇങ്ങനെയുള്ള ദർശനങ്ങളും ഇങ്ങനെയുള്ള സുഗന്ധാഭിഷേകവും ഇങ്ങനെയുള്ള ചില അസാധാരണമായ ചില അത്ഭുതങ്ങളും അല്ലേ ഇത് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ആരാണ് ഇപ്പോൾ ഈ ലോകം മുഴുവൻ പ്രത്യക്ഷപ്പെട്ടിരിക്കുക? അത് പരിശുദ്ധ അമ്മയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? പണ്ടൊക്കെ 10-25 വർഷം മുമ്പ് എവിടെയോ ഒരു സ്ഥലത്ത് അങ്ങനെ മാതാവ് പ്രത്യക്ഷപ്പെട്ടു, അങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇറ്റലിയിൽ അല്ലെങ്കിൽ ഫ്രാൻസിൽ അവിടെ ഒരു സ്ഥലത്ത് ഒരു മാതാവ് പ്രത്യക്ഷപ്പെട്ടു. ഇപ്പം അങ്ങനെയല്ല. നമ്മുടെ അയൽപ്പക്കത്തെ ചുറ്റുവട്ടത്തെ ധ്യാന കേന്ദ്രങ്ങളിലോ സർവത്ര സ്ഥലത്ത് മാതാവ് പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മാതാവാണ് പ്രത്യക്ഷപ്പെടുന്നത്. അല്ലാണ്ട് വിശുദ്ധ അന്തോണിസ് മെജിഗരയിൽ പ്രത്യക്ഷപ്പെട്ടു, വിശുദ്ധ അന്തോണിസ് ഫാത്തിമയിൽ പ്രത്യക്ഷപ്പെട്ടു, വിശുദ്ധ അന്തോണിസ് അല്ലെങ്കിൽ കാഞ്ചിക്കോട്ട് പ്രത്യക്ഷപ്പെട്ടു, അതൊന്നല്ലാട്ട് നമ്മൾ കേൾക്കണേ. പരിശുദ്ധ അമ്മയാണ് പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആൾ. എന്തുകൊണ്ടാണ് പരിശുദ്ധ അമ്മ ഇത്രയധികം പ്രത്യക്ഷപ്പെടുന്നത്? അതിൻ്റെ കാരണം മനസ്സിലാക്കിക്കോ. യേശുക്രിസ്തുവിൻ്റെ മഹത്വപൂർണ്ണമായ രണ്ടാമത്തെ ആഗമനത്തിന് ഈ ലോകത്തെ നമ്മെ ഒരുക്കിക്കൊണ്ടിരിക്കുക പരിശുദ്ധ അമ്മയാണ്. വല്ലത് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവിൻ്റെ മഹത്വപൂർണ്ണമായ രണ്ടാമത്തെ ആഗമനത്തിന് ഈ ലോകത്തെ നമ്മെ ഒരുക്കുന്നത് യേശുവിൻ്റെ വരവിന് വേണ്ടിയിട്ട് ഒരുക്കിയത്, ആദ്യത്തെ വരവിന് വേണ്ടി ഒരുക്കിയത് സ്നാപയോഹന്നാൻ അല്ലേ? സ്നാപയോഹന്നാൻ ഒരു വഴി ഒരുക്കിയപ്പോൾ യേശു കടന്നു വന്നു. ഇന്ന് യേശുവിൻ്റെ രണ്ടാമത്തെ ആഗമനം അടുത്തിരിക്കുകയാണ്. സെക്കൻഡ് കമ്മിങ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ ഈ രണ്ടാമത്തെ വരവ്, മാറാനാത്ത കർത്താവേ വേഗം വരണമേ, കമോൺ ലോഡ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോൾ ഈ ലോകത്തെ ഒരുക്കുന്നത് പരിശുദ്ധ അമ്മയാണെന്ന് പറയുക. പരിശുദ്ധ മറിയമാണ്. പരിശുദ്ധ അമ്മയാണ് സുവിശേഷ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുക. പരിശുദ്ധ അമ്മയുടെ ഈ തിരുസഭയിലൊരു പ്രധാനപ്പെട്ട ഡ്യൂട്ടി എന്താണെന്നറിയോ? സുവിശേഷ പ്രഘോഷണമാണ്. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയുടെ സുവിശേഷ പ്രഘോഷണം എന്താണ് പരിശുദ്ധ അമ്മയുടെ സുവിശേഷ പ്രഘോഷണം? അതിനെന്തെങ്കിലും പ്രത്യക്ഷപ്പെട്ടും ചില വ്യക്തികൾക്ക് വ്യക്തിഗതമായി പ്രത്യക്ഷപ്പെട്ടും മാതാവ് വെളിപ്പെടുത്തി കൊടുക്കുന്നത് മുഴുവനും ഒറ്റ വാക്കിൽ സംഗ്രഹിക്കുക, യേശു പറയുന്ന പോലെ ചെയ്യുവിൻ. ഇതാണ് മാതാവിൻ്റെ സുവിശേഷ പ്രഘോഷണത്തിൻ്റെ ആകെയുള്ളൊരു തുക എന്ന് പറയുന്നത്. യേശു പറയുന്നത് പോലെ, അവൻ പറയുന്നത് പോലെ ചെയ്യുക. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലായോ? അപ്പോൾ ഈ കാരണത്താൽ അതുകൊണ്ടാണ് മനസ്സിലാക്കേണ്ട പ്രിയ സഹോദരങ്ങളെ, നമ്മൾ പരിശുദ്ധ അമ്മയുടെ ഭക്തരായി തീരണം, നമ്മൾ മരിയ ഭക്തരായി തീരണം എന്ന് പറയുന്നതിൻ്റെ കാരണമാണ് അച്ഛൻ പറയുന്നത്. സ്വർഗത്തിൽ 2ാം സ്ഥാനം പരിശുദ്ധ അമ്മയ്ക്കാണ്. രണ്ടാമത് എന്താ അച്ഛൻ പറഞ്ഞത്? ഈ ലോകത്ത് നമ്മൾ മരിച്ചതിന് ശേഷം നമ്മെ രക്ഷിക്കാൻ പറ്റുന്നത് പരിശുദ്ധ അമ്മയ്ക്കാണ്. മൂന്നാമത് എന്താ പറഞ്ഞത്? യേശുവിൻ്റെ മഹത്വപൂർണ്ണമായ രണ്ടാമത്തെ ആഗമനത്തിന് ഈ ലോകത്തെ ഒരുക്കുന്നത് പരിശുദ്ധ അമ്മയാണ്. അതുകൊണ്ടാണ് അമ്മ ഇതുപോലെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുക. വല്ലത് പറഞ്ഞേ ഹല്ലേലൂയ. അതോടൊപ്പം ചേർത്ത് പറയാം, പരിശുദ്ധ അമ്മയുടെ ഭക്തരായി തീരണമെന്ന് നമ്മൾ പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാരണം, പരിശുദ്ധ അമ്മ ദൈവത്തിൻ്റെ അമ്മയാണെന്നാണ് പറയുക. പരിശുദ്ധ അമ്മ ആരുടെ അമ്മയാണ്? ദൈവത്തിൻ്റെ അമ്മയാണ്. യേശു ആരാണ്? യേശു ദൈവമാണ്.
അതുകൊണ്ട് യേശുവിനെ പ്രസവിച്ച ആളെ വിളിക്കുന്ന പേരെന്താണ്? ദൈവത്തിൻ്റെ അമ്മ. മനസ്സിലായോ? യേശു ദൈവമാണെങ്കിൽ പരിശുദ്ധ മറിയ ആരാണ്? ദൈവത്തിൻ്റെ അമ്മയാണ്. ദൈവത്തെ നോക്കിയിട്ട് മോനെ എന്ന് വിളിക്കാൻ പറ്റിയത് ആർക്കാണ്? ദൈവത്തെ നോക്കിയിട്ട് മോനെ എന്ന് വിളിക്കാൻ പറ്റുന്ന ആർക്കാ? പരിശുദ്ധ മറിയത്തിന് മാത്രമാണ്. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. ദൈവത്തെ നോക്കിയിട്ട് മോനെ എന്ന് വിളിക്കാൻ പറ്റുന്നത് പരിശുദ്ധ മറിയത്തിന്. അത്രയും വലിയ സ്ഥാനമാണ് പരിശുദ്ധ മറിയത്തിന്. പരിശുദ്ധ അമ്മയോട് ഭക്തിയില്ലാത്ത ഏകദേശം 20ഓളം പേര് ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നതായിട്ട് കർത്താവ് കാണിക്കുന്നുണ്ട്. ഓൺലൈനായിരിക്കാം, നേരിട്ടായിരിക്കാം. പരിശുദ്ധ അമ്മയോട് ഭക്തിയില്ല, പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥനകളെ പരിശുദ്ധ അമ്മയെ എതിർക്കുകയും ബഹുമാനിക്കാതിരിക്കുകയും ചെയ്യുന്ന 20ഓളം പേരെ വ്യക്തമായിട്ട് പരിശുദ്ധാത്മാവ് എടുത്ത് കാണുകയാണ്. ആ മക്കൾ നന്നായി കുമ്പസാരിക്കണം. കഴിഞ്ഞ നാളുകളിലൊക്കെ പരിശുദ്ധ അമ്മയുള്ള ഭക്തിയൊക്കെ കുറഞ്ഞു പോയതിനെ ഓർത്ത് നന്നായി തുറന്നൊരു കുമ്പസാരം നടത്തി. എപ്പോഴെങ്കിലും ജപമാലയെ അവഹേളിക്കുക, പരിശുദ്ധ അമ്മയുടെ ജപമാലയെ അവഹേളിക്കുക, മാതാവിനെ അവഹേളിക്കുക, ഇങ്ങനെയുള്ള മാതാവിനോടുള്ള ഭക്തന്മാരെ അല്ലെങ്കിൽ മാതാവിനുള്ള ഭക്തിയെ പറ്റി പ്രസംഗിക്കുന്നവരെ അവഹേളിക്കുക, അങ്ങനെ എന്തെങ്കിലും ആ മേഖലയിൽ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഒരു തുറന്ന കുമ്പസാരം നടത്തി നന്നായിട്ട് അനുദപിച്ച് പരിശുദ്ധ അമ്മയോട് മാപ്പ് ചോദിച്ച് നിങ്ങൾ പ്രാർത്ഥിച്ചോളോ, എന്നാൽ ആ കെട്ട് അഴിയുള്ളൂ. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. കാരണം അത്രയധികം പ്രാധാന്യം ദൈവം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 43-ാം തിരുവചനം. എന്താ ലൂക്ക 1:43? എലിസബത്ത് പറയാണ്, എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന് കണ്ടോ? പരിശുദ്ധാത്മാവിനെ നിറഞ്ഞുകൊണ്ട് എലിസബത്ത് പറയാണ്, എൻ്റെ കർത്താവിൻ്റെ അമ്മ, എൻ്റെ ദൈവത്തിൻ്റെ അമ്മ എന്ന്. അതേ പരിശുദ്ധാത്മാവ് പ്രചോദനായി പറയാണ്, എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന് ഉണ്ടോ? ഇപ്പോൾ ദൈവത്തിൻ്റെ അമ്മയാണ് പരിശുദ്ധ അമ്മ. അതുകൊണ്ട് തന്നെ പരിശുദ്ധ അമ്മയ്ക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കണം. വല്ലത് പറഞ്ഞേ ഹല്ലേലൂയ. ഇനി മറ്റൊന്ന് എൻ്റെ പ്രിയ സഹോദരങ്ങളെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പരിശുദ്ധ അമ്മ യേശുവിൻ്റെ അമ്മ മാത്രമല്ല, ദൈവത്തിൻ്റെ അമ്മ മാത്രമല്ല, പരിശുദ്ധ അമ്മ നമ്മുടെയും അമ്മയാണ്. അതാണ് യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിൽ വായിക്കാം, 25 മുതലുള്ള വാക്യങ്ങൾ. യോഹന്നാൻ 19:25. യേശുവിൻ്റെ കുരിശിനരികെ അവൻ്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലോപ്പാസിൻ്റെ ഭാര്യ മറിയവും മഗ്ദലേന മറിയവും നിൽക്കുന്നുണ്ടായിരുന്നു. യേശു തൻ്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും അടുത്ത് നിൽക്കുന്നത് കണ്ട് അമ്മയോട് പറഞ്ഞു, സ്ത്രീയെ, ഇതാ നിൻ്റെ മകൻ. അനന്തരം അവൻ ആ ശിഷ്യനോട് പറഞ്ഞു, ഇതാ നിൻ്റെ അമ്മ. അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു. അല്ലേ പറഞ്ഞേ ഹല്ലേലൂയ. യേശു തൻ്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും അടുത്ത് നിൽക്കുന്നത് കണ്ട് അമ്മയോട് പറഞ്ഞു, സ്ത്രീയെ, ഇതാ നിൻ്റെ മകൻ. അനന്തരം അവൻ ആ ശിഷ്യനോട് പറഞ്ഞു. ആരെ ശിഷ്യൻ? യോഹന്നാനോട് പറഞ്ഞു. യോഹന്നാൻ കുരിശിൻ്റെ ചോട്ടിൽ നിൽക്കുകയാണ്, പരിശുദ്ധ അമ്മ കുരിശിൻ്റെ ചോട്ടിൽ നിൽക്കുകയാണ്. ഈശോ എങ്ങനെയാണ് കിടക്കണേ? ഈശോ കുരിശിൽ തൂങ്ങിക്കിടക്കുകയാണ്, 3 ആണികളിൽ തൂങ്ങിക്കിടക്കുകയാണ്. എൻ്റെ പ്രിയ സഹോദരങ്ങൾ ശ്രദ്ധിക്കുക, ഈ അവസാന വാക്കുകളില്ലേ, മനുഷ്യന്മാർ മരിക്കാൻ കിടക്കുമ്പോൾ കിടക്കുന്ന നിങ്ങളുടെ അപ്പനോ അമ്മയോ അപ്പാപ്പനോ ആരെങ്കിലും ആയിക്കോട്ടെ, നിങ്ങളോ നമ്മളോ ഇനി മരിക്കാൻ കിടക്കുമ്പോൾ നമ്മൾ പറയുന്ന അവസാന വാക്കുകൾ ആരെങ്കിലും വല്ല വ്യർത്ഥ വാക്കുകൾ പറയുമോ? ആരെങ്കിലും വെറുതെ എന്തെങ്കിലും വർത്താനം പറയാമെന്ന് എഴുതി വർത്താനം പറഞ്ഞിരിക്കുകയോ? ആരെങ്കിലും വെറും വാക്ക് പറയുമോ? ആരെങ്കിലും വെറുതെ ഇങ്ങനെ ഐഡിയൽ ടോക്ക് പറയുമോ? അലസമായിട്ട് ഇങ്ങനെ വ്യർത്ഥമായ സംഭാഷണം ആരെങ്കിലും നടത്തുമോ മരിക്കാൻ കിടക്കുന്ന സമയത്ത്? ഈ അടുത്ത് ഞാനിവിടെ വിശുദ്ധ ദേവസഹായത്തിൻ്റെ അടുത്ത് പോയിട്ടുണ്ടായി. വിശുദ്ധ ദേവസഹായം, ആ വിശുദ്ധൻ്റെ അടുത്ത് പോയപ്പോൾ അവിടെ കല്ലിൽ എഴുതി വെച്ചിരിക്കുകയാണ്, വിശുദ്ധ ദേവസഹായത്തെ മുട്ടുകുത്തി അവർ വെടിവെച്ച് കൊല്ലുന്ന സമയത്ത് അവസാനം അദ്ദേഹം പ്രാർത്ഥിച്ച പ്രാർത്ഥന ആ കല്ലിന്മ കുത്തി വെച്ചിരിക്കുകയാണ്. മനസ്സിലായോ? ഈ ചെറിയ പ്രാർത്ഥന, ഞാൻ പ്രാർത്ഥന മറന്നുപോയി. ഏതായാലും ആ പ്രാർത്ഥന എഴുതി. അപ്പോൾ കണ്ട, അവസാനത്തെ പ്രാർത്ഥനയ്ക്ക് ഒരു പ്രാധാന്യമുണ്ട്. അവസാനമായിട്ട് പറഞ്ഞത് വിശുദ്ധ ക്ലാര പുണ്യവതി അവസാനം പറഞ്ഞത് എന്താ? ഏറ്റവും അവസാനത്തെ വാക്ക് എന്താ? വിശുദ്ധ ക്ലാര പുണ്യവതിയുടെ അവസാനത്തെ വാക്ക് ഇതാണ്, ദൈവമേ, എന്നെ സൃഷ്ടിച്ചതിന് അങ്ങേക്ക് നന്ദി. ഇതാണ് ആ വിശുദ്ധ ക്ലാരയുടെ അവസാനത്തെ വാക്ക്, ദൈവമേ, എന്നെ സൃഷ്ടിച്ചതിന് അങ്ങേക്ക് നന്ദി. കണ്ടോ? അത് എഴുതി വെച്ചിരിക്കുകയാണ്. ആൾക്കാരത് കേട്ടു, അത് ശ്രദ്ധിച്ചു കേട്ടു. അത് മാത്രം ഓർമ്മയുണ്ട് ആളുകൾക്ക്. അവസാനത്തെ വാക്കാണത്. യേശുവിൻ്റെ അവസാനത്തെ വാക്കെന്താ? പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. കണ്ടോ എഴുതി വെച്ചിരിക്കുന്നത്? മനസ്സിലായോ? അങ്ങനെ ഓരോ വിശുദ്ധരുടെ ജീവിതത്തിൽ, വിശുദ്ധ ഫ്രാൻസിസ് അസിസിയുടെ അവസാനത്തെ വാക്കുണ്ട്, ഈ ലോകത്തിലെ ഏറ്റവും വലിയ പാപി ഞാനാണേ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം മരിക്കാൻ പോകുന്നത്. മനസ്സിലായോ? അത്രയും വലിയ വിശുദ്ധനാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു ചിന്തയാണ്, ഞാനാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ പാപി. വിശുദ്ധ ചാവറച്ചൻ്റെ ഏറ്റവും അവസാനത്തെ വാക്ക് എന്താ? മരിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള വാക്ക് വിശുദ്ധ ചാവറച്ചൻ പറയുക, മാമോദിസയിൽ കിട്ടിയ ദൈവവര പ്രസാദം, വെള്ളവസ്ത്രം, അത് ഞാൻ ഒരിക്കലും നഷ്ടപ്പെടുത്തിയിട്ടില്ല. കണ്ടോ? അതാണ് അദ്ദേഹത്തിൻ്റെ അവസാനത്തെ വാക്കാണത്. വലുത് പറഞ്ഞേ ഹല്ലേലൂയ.
മനസ്സിലായോ? അപ്പോൾ ഈ അവസാനത്തെ സമയത്ത് പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. വെറുതെ തമാശയ്ക്ക് എന്തെങ്കിലും അങ്ങോട്ട് ഇങ്ങോട്ടും പറയില്ല. യേശു തമാശയ്ക്ക് എന്നാൽ ശരി ഇവർ രണ്ടുപേരും നിൽക്കുന്നുണ്ടല്ലോ, ഇതാ നിൻ്റെ മകൻ, ഇതാ നിൻ്റെ അമ്മ, അങ്ങനെ വെറുതെ തമാശയ്ക്ക് പറയോ? അത് 3 താണിയിൽ തൂങ്ങി കിടക്കുകയാണ്, സംസാരിക്കാൻ പോലും പറ്റില്ല. ആണിയും അങ്ങനെ തൂങ്ങി കിടക്കുകയാണ് ഈ മനുഷ്യൻ. ഈ തൂങ്ങി കിടന്നിട്ടാണ് ഈ മനുഷ്യൻ പറയണേ, അമ്മയെ നോക്കിയിട്ട് പറയുക, അമ്മേ ഇതാ നിൻ്റെ മകൻ. മകനെ നോക്കിയിട്ട് ശിഷ്യനെ നോക്കിയിട്ട് പറയുക, ശിഷ്യ യോഹന്നാനെ ഇനി മുതൽ ഇതാണത്തെ നിൻ്റെ അമ്മ. കണ്ടോ, ഈ ശിഷ്യൻ എന്ന് പറയുന്ന ആൾ നമ്മുടെയൊക്കെ ഒരു പ്രതിനിധി എന്ന് പറയാം, നമ്മുടെയൊക്കെ പ്രതീകമാണ്. പരിശുദ്ധ അമ്മയെ ശിഷ്യന് അമ്മയായിട്ട് നൽകിയപ്പോൾ യേശുവിൻ്റെ ശിഷ്യന്മാരായിട്ട് നമ്മളെല്ലാവരും പരിശുദ്ധ അമ്മയെ സ്വന്തം അമ്മയായിട്ട് സ്വീകരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. അത് തമാശ പറഞ്ഞതല്ലാന്ന്, അത് തമാശയ്ക്ക് ഈശോയോ എന്തെങ്കിലും പറഞ്ഞു പോയതല്ലാന്ന്. പരിശുദ്ധ അമ്മയെ നമ്മുടെ സ്വന്തം അമ്മയായിട്ട് സ്വീകരിക്കണം. അതുകൊണ്ടാണ് വിശുദ്ധർ പറയുക, ആരൊക്കെ ഈ കുരിശിൻ്റെ ചോട്ടിൽ വന്ന് നിൽക്കുന്നുണ്ടോ, അവരൊക്കെ ഈ അമ്മയെ സ്വന്തം അമ്മയായിട്ട് തിരിച്ചറിയും. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. അത് കുരിശിൻ്റെ ചോട്ടിൽ നിൽക്കുന്നവർക്ക് അത് മനസ്സിലാവുള്ളൂ. അവിടെ ഇവിടെയും പോയി നിന്നാൽ മനസ്സിലാവില്ല. അത് യേശുവിൻ്റെ അമ്മയെ സ്വന്തം അമ്മയായിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല. കുരിശിൻ്റെ അടിയിൽ തന്നെ നീ ശരിക്കും വന്ന് നിന്നിട്ടുണ്ടെങ്കിൽ നിനക്ക് ശരിക്കും മനസ്സിലാവും ഏതാ നിൻ്റെ അമ്മ എന്നുള്ളത്. ശരിക്കും നിനക്ക് മനസ്സിലാവും. മനസ്സിലായോ? മരിയ ഭക്തനായി തീരണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ടെന്ന്. മനസ്സിലായോ? ദൈവത ആഗ്രഹിക്കുന്നുണ്ട് നീ ഒരു മരിയ ഭക്തനാവും. സ്വർഗത ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ അതിലേക്ക് വരുന്നില്ലെങ്കിൽ അത് തെറ്റാണ്, അത് കുമ്പസാരത്തിൽ പറയേണ്ട പാപമാണ്. മനസ്സിലായോ? വലിയ പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ടാണ് പറയുക, രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാരണം അതാണ്, നമ്മൾ മരിയ ഭക്തരായി തീരണമെന്ന് പറയാനുള്ള ഒന്നാമത്തെ കാരണം അച്ഛൻ പറഞ്ഞു പോയി. എന്താ ഒന്നാമത്തെ കാരണം? മറിയം ദൈവത്തിൻ്റെ അമ്മയാണ്. രണ്ടാമത്തെ കാരണം ഇതാണ്, പരിശുദ്ധ അമ്മ നമ്മുടെ അമ്മയാണ്. അതുകൊണ്ട് നമ്മൾ മരിയ ഭക്തരായി തീരണം. ഇനി മൂന്നാമത്തെ ഒരു കാരണം പറയാം. മൂന്നാമത്തെ ഒരു കാരണം ഇതാണ്, എൻ്റെ പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയ്ക്ക് യേശു എന്തുമാത്രം ബഹുമാനം കൊടുക്കണേന്ന് ഒരു കയ്യും കണക്കില്ല. പരിശുദ്ധ അമ്മയ്ക്ക് യേശു, ദൈവപുത്രനായ യേശു അത്രമാത്രം ബഹുമാനം, ആദരവ്, റെസ്പെക്റ്റ് കൊടുക്കുന്നുണ്ട്. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. അതാണ് നമ്മളിപ്പോൾ ഇന്ന് വായിച്ചു കേട്ടത്. യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം 3 മുതൽ. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയുമായിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് പോലെ ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിന് വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. കണ്ടോ? വല്ലത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഉണ്ടായ സംഭവം നമുക്കറിയാം, വായിച്ചു കേട്ടതാണ് നമ്മൾ, അല്ലേ? യേശുവിൻ്റെ ആദ്യത്തെ അത്ഭുതമാണ് കേട്ടോ. യേശു അത്ഭുതം പ്രവർത്തിക്കാനുള്ള സമയമായിട്ടില്ല. അതാണ് ഈശോ പറയണേ. യേശു പ്ലാൻ ചെയ്തൊരു സമയമുണ്ട്, അത്ഭുതം പ്രവർത്തിക്കാൻ പ്ലാൻ ചെയ്ത് ഈശോ മനസ്സിൽ ഒരുങ്ങിയിരിക്കുന്ന ഒരു സമയമുണ്ട്. ആ സമയം ആയിട്ടില്ല യേശുവിന്. പക്ഷെ പരിശുദ്ധ അമ്മ പറയുകയാണ്, ഇവർക്ക് വീഞ്ഞില്ല, നീ വീഞ്ഞുണ്ടാക്കി കൊടുക്കണം. ഇതാണ് പരിശുദ്ധ അമ്മയുടെ ഒരു റിക്വസ്റ്റ്. പരിശുദ്ധ അമ്മയോട് ഈശോ പറയുന്നത് ഇതാണ്, സ്ത്രീയെ എനിക്ക് നിനക്ക് എന്ത്? എൻ്റെ സമയം, ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളൊരു സമയമുണ്ട്, പരസ്യ ജീവിതം തയ്യാറാക്കി വെച്ചിരിക്കുന്നൊരു സമയമുണ്ട്. ആ സമയം ഇനി ആയിട്ടില്ല അമ്മേ, സമയമായിട്ടില്ല. എന്നിട്ട് പോലും ഈ അമ്മയെ ബഹുമാനിച്ചുകൊണ്ട്, ഈ അമ്മയോടുള്ള സ്നേഹത്തെ പ്രതി ഈശോ അത്ഭുതം പ്രവർത്തിക്കുകയാണ്. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. ഇത് സത്യമാണെന്ന് എനിക്ക് നല്ല ഉറപ്പാണ് ഈ കാര്യം എന്താ അറിയോ? കുറച്ച് ധ്യാനങ്ങൾക്ക് മുമ്പ് ഇവിടെ താമസമുള്ള ധ്യാനം നടക്കുകയാണ്. താമസമുള്ള ധ്യാനം നടക്കുന്ന സമയത്ത് കർത്താവ് ആ ധ്യാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കർത്താവ് തന്ന ശക്തമായൊരു സന്ദേശം, ഒരു ശബ്ദ സന്ദേശമായിരുന്നു. വചനമാണ് ശബ്ദ സന്ദേശമായിട്ട് തന്നത്. ആ വചന സന്ദേശം ഇതായിരുന്നു, യേശു പരിശുദ്ധ അമ്മയോട് പറഞ്ഞു അത്രേ, സ്ത്രീയെ എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. അതിലൂടെ കർത്താവ് വ്യാഖ്യാനം തന്നു. ഈ താമസമുള്ള ധ്യാനത്തിൽ പങ്കെടുത്തിരിക്കുന്ന പല മക്കളും അവരുടെ പല കാര്യങ്ങളും സാധിച്ചു കിട്ടുന്നില്ല. മനസ്സിലായോ? നാളുകളായി നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥന ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. നാളുകളായി സ്ഥല വിൽപ്പന, ആ സ്ഥലം വിറ്റ് പോണേ എവിടെ വിറ്റ് പോകുന്നുണ്ടോ? ഒരു വിറ്റ് പോലും ഇല്ല, ഒന്നുമില്ല. പക്ഷേ ഈ ടോക്ക് കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരി ശ്രദ്ധിച്ചോ, നിൻ്റെ ആ നാളുകളായിട്ടുള്ള സ്ഥല വിൽപ്പന തടസ്സം ഇന്നത്തെ ശുശ്രൂഷയിലൂടെ കർത്താവ് എടുത്തു മാറ്റിയിരിക്കുന്നു. ഇനി ഏതാനും നാളുകൾക്കുള്ളിൽ ആ സ്ഥലം വിറ്റുപോകും. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലായോ? ദശാംശമായിട്ട് നന്ദി പറഞ്ഞ് ഇവിടേക്ക് കടന്നു വരണം. നീ നന്ദി പറയണം, പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈശോയോടേക്ക് നന്ദി പറയണം. മനസ്സിലായോ? അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരങ്ങൾ, ഈശോയുടെ തിരുഹൃദയ മാസമാണ് കേട്ടോ. ഈശോയുടെ തിരുഹൃദയ മാസമാണ്. ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുക.
ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുക, പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിക്കുക. അത് ഈ ഗ്രൂപ്പിനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട സന്ദേശമാണ്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, അച്ചി പറയുന്നത് വേണമെങ്കിൽ ശ്രദ്ധിച്ചു വെച്ചോ. നിങ്ങളെല്ലാവരും മറിയത്തിൻ്റെ വിമല ഹൃദയ പ്രതിഷ്ഠ എന്ന് പേരുള്ളൊരു പ്രാർത്ഥനയുണ്ട്. അതെല്ലാ ദിവസവും ചൊല്ലിക്കോളോ. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. എല്ലാവരും ഇങ്ങനെ വന്ന ദിവസം എന്നാൽ ശരി അച്ഛൻ ഒരു പ്രാർത്ഥന അങ്ങോട്ട് പറഞ്ഞുതരാം. അങ്ങനെ പറഞ്ഞതല്ല കേട്ടോ. സ്വർഗം വെളിപ്പെടുത്തി തരുന്ന ഒരു കാര്യമാണ് അച്ഛൻ പറഞ്ഞത്. എൻ്റെ മക്കൾ എല്ലാ ദിവസവും ഇതെന്നെ കണ്ടുകൊണ്ടിരിക്കുന്നോ കേട്ടുകൊണ്ടിരിക്കുന്ന എപ്പോൾ എന്നെ ഇത് കേൾക്കുന്നവരുണ്ടോ എല്ലാവരും ശ്രദ്ധിച്ചോ. നിങ്ങളുടെ നാട്ടിലും വീട്ടിലും അയൽപ്പക്കത്തൊക്കെ പോയി പറഞ്ഞോ. സ്വർഗത്തിൻ്റെ മറ്റൊരു രഹസ്യമാണ് അച്ഛൻ പറഞ്ഞത്. വിമല ഹൃദയ പ്രതിഷ്ഠ എന്ന് പേരുള്ളൊരു പ്രാർത്ഥന. അത് ഏതെങ്കിലും പുസ്തകങ്ങളും പ്രാർത്ഥനാ പുസ്തകത്തിലൊക്കെ നിങ്ങളുടെ വീട്ടിലുണ്ടാവും. ഇല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ചോദിച്ച് കണ്ടുപിടിക്കുക. എന്നിട്ട് ആ വിമല ഹൃദയ പ്രതിഷ്ഠ നടത്തുക. എല്ലാ ദിവസവും ഒരു ചെറിയൊരു പ്രാർത്ഥനയാണ്. എല്ലാ ദിവസവും ഈശോ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നിന്നെ തന്നെ നിൻ്റെ ജീവിതം മുഴുവനും ഒന്ന് സമർപ്പിച്ച് നീ എല്ലാ ദിവസവും പ്രാർത്ഥിച്ചു നോക്കിയാൽ അത്ഭുതങ്ങൾ സംഭവിക്കും. ഇല്ലത് പറഞ്ഞേ ഹല്ലേലൂയ. ഇത് നിങ്ങൾക്കൊരു സന്ദേശമാണ്. മനസ്സിലായോ? അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ നാളുകളായി നീ പ്രാർത്ഥിക്കുന്ന പല പ്രാർത്ഥനകളും കേൾക്കാത്തതിൻ്റെ ഒരു കാരണം മനസ്സിലായോ? നീ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചു നോക്കുക. നാളുകളായി നിനക്ക് സ്ഥലവിൽപ്പന നടക്കുന്നില്ല. ആ കടബാധ്യതയുള്ള ചേട്ടൻ നാളുകളായി കടബാധ്യത മാറുന്നില്ല. അദ്ദേഹത്തിന് അറിയാവുന്ന പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ ചെയ്തു, ശുശ്രൂഷകനാണ്. പക്ഷെ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചപ്പോഴല്ലേ അതിൽ ഇടപെട്ടത്. ഇപ്പോൾ പരിശുദ്ധ അമ്മ വളരെ നീണ്ടുപോകാൻ സാധ്യതയുള്ള കാര്യങ്ങളൊക്കെ നേരത്തെയാക്കി മാറ്റുന്ന പറയുക. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, അത് പൊതുവെ എല്ലാവരും പറയുന്നൊരു ഉദാഹരണമാണ്. എന്താണെന്നറിയോ? പരിശുദ്ധാത്മാഭിഷേകം. ശിഷ്യന്മാർ യേശു മരിച്ചതിന് ശേഷം ശിഷ്യന്മാരോട് യേശു പറഞ്ഞിട്ടുണ്ടായി, ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നത് വരെ നിങ്ങൾ ഇവിടെ തന്നെ ഇരുന്ന് പ്രാർത്ഥിച്ചോളാട്ടാ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ പ്രാർത്ഥിച്ചത് ആരുടെ കൂടെയാണ് പ്രാർത്ഥിച്ചവർ? ആരുടെ കൂടെ ഉറക്കെ പറഞ്ഞേൻ? പരിശുദ്ധ അമ്മയുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ കൂടെ പ്രാർത്ഥിച്ചപ്പോൾ എത്ര ദിവസം കൊണ്ട് അവർക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കിട്ടി? വെറും 10 ദിവസം കൊണ്ട് പരിശുദ്ധാത്മാഭിഷേകം കിട്ടി. ഇനി പരിശുദ്ധ അമ്മയെ മാറ്റി നിർത്തിയിട്ട് ഇവർ പ്രാർത്ഥിക്കാമെന്ന് കരുത്. ഇവർക്ക് കിട്ടേണ്ട പരിശുദ്ധാത്മാഭിഷേകത്തിന് വേണ്ടി അവർ ആ പെന്തക്കോസ്ത അനുഭവത്തിന് അവർ ചിലപ്പോൾ മാസങ്ങളോളം വർഷങ്ങളോളം പ്രാർത്ഥിക്കേണ്ടി വരുമായിരുന്നു. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയുടെ ആ സാന്നിധ്യമാണത്രേ പെന്തക്കോസ്ത നേരത്തെയാക്കി മാറ്റിയത്. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമാണ് ശിഷ്യന്മാരിൽ പെന്തക്കോസ്ത അനുഭവം, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേക അനുഭവം നേരത്തെയാക്കി മാറ്റിയത്. അതുകൊണ്ട് നേരത്തെ കാര്യങ്ങൾ സാധിച്ചു കിട്ടാനായിട്ട് താല്പര്യമുള്ളവർ, വളരെ വർഷങ്ങളായി പ്രാർത്ഥിച്ച് കിട്ടാത്ത കാര്യങ്ങൾ സാധിച്ചു കിട്ടാൻ ആഗ്രഹിക്കുന്നവർ പ്രത്യേകം പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ്. പരിശുദ്ധ അമ്മയോട് നിയോഗം വെച്ച് നിങ്ങൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. നിത്യസഹായം മാതാവിനോട് പ്രാർത്ഥിക്കുക. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. ഈ സെൻറ്ററിൻ്റെ പല കാര്യങ്ങളും സാധിച്ചു കിട്ടാതെ വരുമ്പോൾ ഞാൻ ഒരിക്കലും ഇങ്ങനെ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുക. ഈ സെൻറ്ററിന് വേണ്ടി പ്രാർത്ഥിക്കും. ഇപ്പോൾ സെൻറ്ററിൽ പല തടസ്സങ്ങൾ അനുഭവങ്ങൾ വന്നപ്പോൾ എന്താണ് കർത്താവ് ആഗ്രഹിക്കുന്നത്? കർത്താവേ എന്താണ് തടസ്സം? ഞാൻ എന്താ ചെയ്യേണ്ടത്? എന്താ പ്രാർത്ഥന ചെല്ലേണ്ടത്? അങ്ങനെ ദൈവസന്നിധിയിൽ ഇന്ന് ഈ സെൻറ്ററിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അങ്ങനെ സെൻറ്ററിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് തന്ന ഒരു ദൈവസ്വര സന്ദേശമാണ് നിത്യസഹായ മാതാവിനോട് പ്രാർത്ഥിക്കുക. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. നിത്യസഹായ മാതാവിൻ്റെ ചിത്രം ഈശോനെ ദർശനത്തിൽ കാണിക്കുകയാണ്. ഇപ്പോൾ നമ്മളിവിടെ പുതിയ ധ്യാന ഹാൾ പണിയുക. ആ ധ്യാന ഹാളിൽ നമ്മൾ വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചിത്രം നിത്യസഹായ മാതാവിൻ്റെ ചിത്രമാണ്. അത് വിശുദ്ധ ലൂക്കാ സുവിശേഷകൻ വരച്ചിട്ടുള്ള ചിത്രമാണെന്ന് നമുക്കറിയാം അല്ലേ? ഉണ്ണിയെ കയ്യിൽ പിടിച്ച് നിൽക്കുന്ന നിത്യസഹായ മാതാവിൻ്റെ ചിത്രം നമ്മൾ കണ്ടിട്ടില്ലേ? അത് വളരെ വിശേഷപ്പെട്ട പ്രാർത്ഥനയാണ് നിത്യസഹായ മാതാവിനോടുള്ള നൊവേന. അന്ന് മുതൽ എല്ലാ ദിവസവും ഞാൻ നിത്യസഹായ മാതാവിൻ്റെ നൊവേന ചൊല്ലി പ്രാർത്ഥിക്കും. കണ്ടോ, ഇന്ന് ഇവിടെ പാട്ടുകാരൻ പാടിയെന്ന് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അത് പാട്ടുകാരനോട് പാടാൻ പറഞ്ഞിട്ട് പാടിയതാണ് കേട്ടോ. നിത്യസഹായ മാതേ പ്രാർത്ഥിക്കുക ഞങ്ങൾക്കായി നീ, നിന്മക്കൾ ഞങ്ങൾക്കായി നീ പ്രാർത്ഥിക്കുക സ്നേഹനാഥേ. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. ഇപ്പോൾ ഏതാനും മാസങ്ങളായിട്ട് നിങ്ങളിവിടെ ഏൽറുഹ ശുശ്രൂഷ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കേൾക്കുന്നുണ്ടാവും ഇവിടുത്തെ നിത്യസഹായ മാതാവിൻ്റെ പാട്ട് ഇടയ്ക്കിടയ്ക്ക് പാട്ടുകാർ പാടുന്നത്. അപ്പോൾ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ ഇത് ശരിക്കും ഫോളോ ചെയ്യുന്നവർ ചിന്തിക്കും, എന്താണോ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഏൽറുഹ ധ്യാന കേന്ദ്രത്തിൽ നിത്യസഹായ മാതാവിൻ്റെ പാട്ടാണല്ലോ കൂടുതൽ പാടിക്കൊണ്ടിരിക്കണേന്ന് ചിലർ ചിന്തിച്ചിട്ടുണ്ടാവും. അതിൻ്റെ കാരണം വേറെ ഒന്നുമല്ല, അച്ഛൻ ഇവിടെ നിർദ്ദേശം കൊടുത്തതിൻ്റെ പേരിലാണ് ഇവർ പാടിക്കൊണ്ടിരിക്കുക നിത്യസഹായ മാതാവിന്. കാരണം ആ നിത്യസഹായ മാതാവാണ് ഈ ഒരു സെൻറ്ററിൻ്റെ വലിയൊരു സഹായം എപ്പോഴും സഹായം അരുളുവാൻ സന്നദ്ധതയുള്ള ഒരു അമ്മയായിട്ട് ഈ അമ്മയെ നീ ഞങ്ങൾക്ക് നൽകിയല്ലോ. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലായോ? നിത്യസഹായ മാതാവിൻ്റെ ഓരോ പാട്ടുകളും ഓരോ വാക്കുകളും എത്ര രസകരമാണല്ലോ, ഓരോ പ്രാർത്ഥനകളല്ലേ. മറിയമേ നിൻ്റെ നിത്യസഹായം തേടുന്നു ഞങ്ങളമ്മേ,
മക്കളെന്നോർത്തു നീ ഞങ്ങൾ തൻ പ്രാർത്ഥന ഒക്കെയും കേൾക്കണമേ. കണ്ടോ വല്ലത് പറഞ്ഞേ ഹല്ലേലൂയ. ആ വാക്കുകൾ കണ്ടോ? മറിയമേ നിന്റെ നിത്യസഹായം തേടുന്നു ഞങ്ങളമ്മേ. അത് മനസ്സറിഞ്ഞ് പാടണത്, മനസ്സിലായോ? വെറുതെ പണിയെടുക്കുമ്പോൾ ജോലി ചെയ്യുമ്പോൾ അങ്ങനെ നടക്കുമ്പോൾ ഇരിക്കുമ്പോഴൊക്കെ നിങ്ങൾ യാത്ര ചെയ്ത് തിരിച്ചു പോകുമ്പോൾ മണിക്കൂറോളം യാത്ര ചെയ്യേണ്ടി വരും ബസ്സിലൊക്കെ ഇരുന്ന്. അല്ലെങ്കിൽ നിങ്ങൾ ട്രാവലറിലൊക്കെ ഒരുമിച്ച് വന്നവരുണ്ടാവും, വലിയ വാഹനത്തിലൊക്കെ ഒരുമിച്ച് വന്നവരൊക്കെ ഉണ്ടാവില്ലേ. നിങ്ങൾ മാതാവിനോട് പ്രാർത്ഥിച്ച് പൊക്കോളോ. സ്തുതിച്ചും മാതാവിനോട് പ്രാർത്ഥിച്ചും ഈ നിത്യസഹായ മാതാവിൻ്റെ പ്രാർത്ഥനകൾ ഓരോന്ന് ചൊല്ലിയും, അല്ലെങ്കിൽ മറിയമേ നിൻ്റെ ചിത്രത്തിൽ നിന്ന നേത്രങ്ങൾ കൊണ്ട് നോക്കുക, നിൻപാതേ ഇതാ നിൻമക്കൾ വന്നു നിൽക്കുന്നു അമ്മേ കാണുക. കണ്ടോ വല്ലത് പറഞ്ഞേ ഹല്ലേലൂയ. വളരെ വിശേഷപ്പെട്ട പ്രാർത്ഥന. കർത്താവിങ്ങനെ ദർശനത്തിലൂടെ ഈ സെൻറ്ററിന് വേണ്ടി എന്ത് ചെയ്യണം എന്ന് പ്രാർത്ഥിച്ചോ. നിത്യസഹായം ഞാൻ ഒരിക്കലും ശ്രദ്ധിക്കാത്ത, അങ്ങനെ അധികം ശ്രദ്ധിക്കാത്തൊരു ഇതാണ്. ഈശോയുടെ ആ ചിത്രങ്ങൾ കാണിച്ചു പറഞ്ഞു, നിത്യസഹായ മാതാവിനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അന്നു മുതൽ ഈ സെൻറ്ററിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഭക്തിയാണ് നിത്യസഹായ മാതാവിനോട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളോട് അച്ഛൻ പറയുന്നത് നിങ്ങളുടെ കുടുംബത്തിൽ നിത്യസഹായം. നമ്മൾ കർത്താവ് മരിക്കുന്നതിന് മുമ്പ് നമുക്ക് 2 സഹായം തന്നു. ഒന്ന് പരിശുദ്ധാത്മാവിനെ സഹായകനായിട്ട് തന്നു, 2 പരിശുദ്ധ അമ്മയെ സഹായികയായിട്ട് തന്നു. ഒരു സഹായകൻ്റെ സഹായം, അതായത് ആ സഹായകൻ പരിശുദ്ധാത്മാവ്. ഇനി സഹായികയുടെ സഹായം, ആരാ സഹായിക? പരിശുദ്ധ അമ്മ. ഈ സഹായകൻ്റെ സഹായവും സഹായികയുടെ സഹായവും തേടിയിട്ട് വേണം നമ്മൾ എവിടേക്ക് പോകാനായിട്ട്? സ്വർഗത്തിലേക്ക് യാത്ര ചെയ്യാനായിട്ട്. വല്ലത് പറഞ്ഞേ ഹല്ലേലൂയ. ഈ സഹായകൻ്റെ സഹായവും ഈ സഹായികയുടെ സഹായവും നമുക്ക് വേണം. അപ്പം അന്ന് ആ താമസമുള്ള ധ്യാനത്തിൽ പങ്കെടുത്ത മക്കൾ, ഒത്തിരിയേറെ തടസ്സങ്ങളുള്ള മക്കളുണ്ട്, വർഷങ്ങളായി പ്രാർത്ഥിക്കുന്ന പല കാര്യങ്ങളും സാധിച്ചു കിട്ടാത്ത മക്കളുണ്ട്. അവരോടൊക്കെ ഞാൻ പറഞ്ഞു, എൻ്റെ പ്രിയ മക്കളെ ശ്രദ്ധിച്ച് കേൾക്ക്. ഇത് സ്വർഗം വെളിപ്പെടുത്തി തരുന്നത് അച്ഛൻ എന്തെങ്കിലും അവിടുന്ന് ഇവിടുന്ന് കേട്ടിട്ട് വ്യാഖ്യാനിക്കുന്നതല്ല. നിങ്ങൾ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചോ. സമയമാകാത്ത കാര്യങ്ങൾ പോലും പരിശുദ്ധ അമ്മ നേരത്തെ പരിശുദ്ധ അമ്മ യേശുവിൽ നിന്ന് വാങ്ങിത്തരും. സ്ത്രീയെ, എൻ്റെ സമയം ആയിട്ടില്ല ഇനിയും. എന്നിട്ടും പരിശുദ്ധ അമ്മ പറഞ്ഞതിൻ്റെ പേരിൽ കണ്ടില്ലേ, പരിശുദ്ധ അമ്മയെ യേശുവിന് എന്തുമാത്രം ബഹുമാനാണെന്നറിയോ? പരിശുദ്ധ അമ്മ പറയുന്നു, യേശു അത് കേൾക്കുന്നു. സമയമായിട്ടൊന്നുമില്ല. പരിശുദ്ധ അമ്മയെ പറഞ്ഞാൽ അത് കേൾക്കും. ഒരിക്കലും സ്വർഗം നിഷേധിക്കാത്ത മാധ്യസ്ഥ എന്ന് പറയുക പരിശുദ്ധ അമ്മയുടെ. വിശുദ്ധർ പോലും ചിലപ്പോൾ പ്രാർത്ഥിക്കുന്നത് ചിലപ്പോൾ ദൈവം കേൾക്കണമെന്നില്ല. ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, മോശയും സാമൂഹ്യൽ പോലും എൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചാലും ഞാൻ ആ പ്രാർത്ഥന കേൾക്കില്ല. ഏത് പ്രാർത്ഥന? ഒരു പ്രാർത്ഥന കേട്ടോ, എല്ലാ പ്രാർത്ഥനയില്ല. ഇസ്രായേലിനെതിരെ അല്ലെങ്കിൽ ഇസ്രായേൽക്കാരോട് ഞാൻ കരുണ കാണിക്കില്ല. മോശയും സാമൂഹ്യലും എൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചാൽ പോലും ഞാൻ ഈ ജനത്തോട് കരുണ കാണിക്കില്ല എന്ന് ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തിൽ 13-ാം അധ്യായത്തിൽ മറ്റും പറയുന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ 30-ാം അധ്യായത്തിൽ മറ്റും പറയുന്നുണ്ട്. വല്ലത് പറഞ്ഞേ ഹല്ലേലൂയ. എൻ്റെ പ്രിയ സഹോദരൻ, അപ്പോൾ വിശുദ്ധർ പ്രാർത്ഥിച്ചാൽ പോലും ചിലപ്പോൾ എല്ലാ പ്രാർത്ഥനയും ദൈവം കേൾക്കണമെന്നില്ല. എന്നാൽ ഈ അമ്മ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, ഈ അമ്മ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ചു കഴിഞ്ഞാൽ ആ പ്രാർത്ഥന അത് പറ്റില്ല അമ്മേ അങ്ങനെ പറയുമോ? യേശു പറയില്ല എന്ന്. ആ പ്രാർത്ഥന ദൈവം ഒരിക്കലും തള്ളിക്കളി. അത്രയും വലിയ മാധ്യസ്ഥാണ് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം. അല്ലേ ഇത് പറഞ്ഞേ ഹല്ലേലൂയ. അത്രയും വലിയൊരു സ്ഥാനം ദൈവം പരിശുദ്ധ അമ്മയ്ക്ക് സ്വർഗത്തിൽ കൊടുത്തിട്ടുണ്ടെന്ന് നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും. മനസ്സിലായോ? അത് വിശ്വസിക്കാതിരിക്കുക എന്ത് വേണമെങ്കിലും ചെയ്തോ. വിശ്വസിച്ചാലില്ലെങ്കിലും അത്രയും വലിയ സ്ഥാനം ദൈവം പരിശുദ്ധ അമ്മയ്ക്ക് ഈ സ്വർഗത്തിൽ കൊടുത്തിട്ടുണ്ട്. മനസ്സിലായോ? അപ്പം അതുകൊണ്ടാണ് സമയമായിട്ടൊന്നുമില്ല, എന്നിട്ടും പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹം നിമിത്തം, ബഹുമാന നിമിത്തം യേശു ആ കാര്യം അങ്ങോട്ട് സാധിച്ചു കൊടുക്കുക. അതെങ്ങനെ സാധിച്ചു കൊടുത്തു? 6 കൽഭരണി നിറയെ വെള്ളം. മനസ്സിലായി? അത്രയും വെള്ളം അല്ലെങ്കിൽ അത്രയും വീഞ്ഞ ആവശ്യമില്ല. 6 കൽഭരണി നിറയെ വെള്ളം നിറച്ചിട്ട് അത് മുഴുവൻ വീഞ്ഞാക്കി കർത്താവ് വീട്ടുകാർക്ക് കൊടുക്കുകയാണ്. ഏതായാലും ആ സദ്യക്ക്, ആ കല്യാണ വീട്ടിൽ അത്രയധികം വീഞ്ഞിൻ്റെ വില ആവശ്യമുണ്ടോ? ഇല്ല. പക്ഷെ എന്തുകൊണ്ടാണ് ഇത്രയധികം വീഞ്ഞുണ്ടാക്കി കൊടുത്തത്? പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹം കാണിക്കാൻ, പരിശുദ്ധ അമ്മയോടുള്ള ബഹുമാനം കാണിക്കാൻ, പരിശുദ്ധ അമ്മയോടുള്ള ആ താല്പര്യം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈശോ ഇത്രമാത്രം വീഞ്ഞുണ്ടാക്കി കൊടുത്തതെന്നാണ് പറയുന്നത് തിയോളജിയൻസ്, ദൈവശാസ്ത്ര പണ്ഡിതന്മാർ. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലായോ? അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരൻ, പരിശുദ്ധ അമ്മയോട് യേശുവിനുള്ള ബഹുമാനത്തെ നീ ശ്രദ്ധിക്കുക. അതുകൊണ്ട് എന്തുകൊണ്ട് മരിയ ഭക്തരാവണം എന്നതിൻ്റെ 3 പ്രധാനപ്പെട്ട കാരണങ്ങൾ അച്ഛൻ പറഞ്ഞത്. ഒന്ന്, പരിശുദ്ധ അമ്മ എന്ന് പറയുന്നത് അത് ദൈവത്തിൻ്റെ അമ്മയാണ്. യേശുവിൻ്റെ അമ്മ ദൈവത്തിൻ്റെ അമ്മയാണ്. 2, പരിശുദ്ധ അമ്മ എന്ന് പറയുന്നത് അത് നമ്മുടെയും അമ്മയാണ്. 3, പരിശുദ്ധ അമ്മ എന്ന് പറയുന്നത് അത് യേശു അത്രമാത്രം പ്രാധാന്യം കൊടുത്തൊരു വ്യക്തിയാണ് പരിശുദ്ധ അമ്മയ്ക്ക്. അതുകൊണ്ട് തീർച്ചയായിട്ടും യേശു എന്ന് വെച്ചാൽ ദൈവമാണ്. ദൈവം അത്രമാത്രം പ്രാധാന്യം പരിശുദ്ധ അമ്മയ്ക്ക് കൊടുക്കുന്നു.
അതുകൊണ്ട് നമ്മളും പരിശുദ്ധ അമ്മയ്ക്ക് വലിയ പ്രാധാന്യം കൊടുക്കണം. ഗബ്രിയേൽ ദൂതനിലൂടെ ദൈവം പറഞ്ഞത് ഇങ്ങനെയാണ്, നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കണ്ടോ, അത് ഗബ്രിയേൽ ദൂതൻ പറഞ്ഞുവെങ്കിൽ അതിൻ്റെ അർത്ഥം ദൈവം തന്നെ പറയുന്നതിന് തുല്യമാണ്. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കണ്ടോ, നീ സന്തോഷിക്കുക, കർത്താവ് നിൻ്റെ കൂടെയുണ്ട്. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഈ പരിശുദ്ധ അമ്മയുള്ള ഭക്തിയൊന്നും ഇതുപോലൊന്നും അച്ഛനുണ്ടായിരുന്നില്ല കേട്ടോ. ജീവിതത്തിലുണ്ടായ ചില ദൈവിക സന്ദേശങ്ങളാണ് എന്നെ ഇതിലേക്ക് നയിച്ചത്. ഞാൻ ആദ്യമായിട്ട് കേട്ട ദൈവസ്വര സന്ദേശം അത് 2008 ബാംഗ്ലൂർ ധർമാരാം സെമിനാരിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ, ഫിലോസഫി പഠിച്ചുകൊണ്ടിരിക്കുന്ന സെക്കൻഡ് ഇയർ കയറുന്നതിന് മുമ്പ് ആ കാലഘട്ടത്തിൽ കർത്താവ് തന്ന ഒരു ദൈവസ്വര സന്ദേശം, ആ സംഭവമൊന്നും ഞാൻ പറയുന്നില്ല, പലപ്പോഴും ഇവിടെ പറഞ്ഞിട്ടുണ്ട്, അതൊന്നും ഞാൻ വിവരിക്കുന്നില്ല. ആ ദിവസമാണ് ഞാനും വേറൊരു ബ്രദറും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിന്? ലോകം മുഴുവനും വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ മധ്യസ്ഥ പ്രാർത്ഥനയുടെ അവസാനത്തിൽ ഞങ്ങൾ അന്ന് ഞാൻ ജപമാലയല്ല ചെല്ലിയിരുന്നേട്ടോ, വേറെ എന്തൊക്കെയോ കണ്ണി കണ്ട പ്രാർത്ഥനകൾ, കുറേ എന്താ പറയുക ടെക്സ്റ്റ് ബുക്കിലത്തെ എന്തൊക്കെയോ പ്രാർത്ഥനകൾ, കാറസുസാക്ക പ്രാർത്ഥന, അത് പ്രാർത്ഥന, ഈ പ്രാർത്ഥന, അങ്ങനെ പലവിധ പ്രാർത്ഥനകളൊക്കെ ചൊല്ലി. അങ്ങനെ പ്രാർത്ഥന ചൊല്ലി മടുപ്പായി. ഒരു അരമണിക്കൂറൊക്കെ പ്രാർത്ഥിച്ചു. അതിനുശേഷം മടുപ്പായപ്പോൾ ഞങ്ങൾ രണ്ടുപേരും സൈലൻ്റ് ആയിട്ടിരുന്ന് പ്രാർത്ഥിക്കുക. എങ്ങനെ? ഒരു മെഡിറ്റേഷൻ എന്ന് വെച്ചാൽ ഒരു മൗനമായ ധ്യാനം. ഞങ്ങൾ സെമിനാരിലൊക്കെ പഠിച്ചൊരു ധ്യാനം. അതിങ്ങനെ കൈവിരിച്ച് മടിയിൽ കൈവച്ച് ഇങ്ങനെ ഇരുന്ന് കണ്ണടച്ച് ഇങ്ങനെ, യേശുവേ കൃപാനന്ദ നമോ, കൃപയും ആനന്ദവുമായ യേശുവേ അങ്ങിലേക്ക് എന്നെ തന്നെ സമർപ്പിക്കുന്നു, നമോ എന്ന് വെച്ചാൽ സമർപ്പിക്കുന്നു. അങ്ങനെ ദിവികാനത്തിലേക്ക് എന്നെ തന്നെ മനസ്സിൽ കണ്ടുകൊണ്ട് എന്നെ തന്നെ സമർപ്പിച്ച് അങ്ങനെ സ്പെഷ്യൽ ഒരു മെഡിറ്റേഷനാണ്. അങ്ങനെ മൗനമായിട്ട് ഇങ്ങനെ ഇരുന്ന് ഒരു അരമണിക്കൂറൊക്കെ സൈലൻ്റായിട്ട് ഇങ്ങനെ ഏകാഗ്രതയിൽ ദിവികാനത്തെ മനസ്സിൽ കൊണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു മൃദുലമായൊരു സ്വരം ചെവിയിൽ വന്ന് പതിക്കുകയാണ്. ആദ്യമായി ഞാൻ കേട്ട ദൈവസ്വരമാണ്, അമ്മയോട് പ്രാർത്ഥിക്കണം കേട്ടോ. വല്ലത് പറഞ്ഞേ ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയോട് എനിക്ക് തീരെ ഭക്തി ഉണ്ടായിരുന്നില്ല. പരിശുദ്ധ അമ്മയോട് എനിക്ക് ഒട്ടും വിശ്വാസം ഉണ്ടായിരുന്നില്ല. ജപമാല ഒട്ടും അനുഭവമായില്ലായിരുന്നു. സെമിനാരി കാലത്തും വീട്ടിൽ വെച്ചൊക്കെ ജപമാല ചെല്ലുമായിരുന്നെങ്കിലും കുടുംബപ്രാർത്ഥന ചെല്ലുമായിരുന്നെങ്കിലും ഒരു അനുഭവം പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചിട്ട് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഈ അനുഭവം വരുന്നത് വരെ ആദ്യമായിട്ട് ഞാൻ കേട്ടത് അച്ഛനെ കർത്താവ് തന്നൊരു വലിയൊരു ഒരു എന്താ പറയുക, ഈ ഞാൻ ഇപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ ദൈവസ്വരം എന്ന്, ആദ്യമായിട്ട് ഞാൻ കേട്ട ദൈവസ്വരം അതാണ്. സ്വരം നമുക്ക് കേൾക്കാൻ പറ്റും. ദൈവത്തിൻ്റെ സ്വരം ഇപ്പോൾ ഞാൻ പറയുന്നത് മൈക്കിലൂടെ കേൾക്കാൻ പറ്റുന്നില്ലേ? അതുപോലെ ദൈവം പറയുന്നത് നമുക്ക് നേരിട്ട് ഈ ചെവിയിലൂടെ കേൾക്കാൻ പറ്റും. മോശ എന്ന പ്രവാചകനോട് ദൈവം മുഖാമുഖം സംസാരിച്ചിരുന്നു. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ സൈലൻ്റായിട്ട് പ്രാർത്ഥിച്ച് ഒരു ഏകാഗ്രതയിലിരിക്കുന്ന സമയത്താണ് ദൈവത്തിൻ്റെ സ്വരം നമുക്ക് കേൾക്കാൻ പറ്റുക. ഉച്ചത്തിൽ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ കേൾക്കാൻ പറ്റാറില്ല. നമ്മൾ സൈലൻ്റായിട്ട് ദൈവസന്നിധിയിൽ ഇന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മൃദുലമായ സ്വരം ചെവിയിൽ വന്ന് പതിക്കുകയാണ്. അതിനെയാണ് അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ദൈവസ്വരം കേട്ടു. അച്ഛന് കിട്ടിയ ദൈവസ്വര സന്ദേശങ്ങൾ ചിലത് ഈ ബന്ധന പ്രാർത്ഥനാ പുസ്തകത്തിന് പിന്നിൽ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെയുള്ളതൊക്കെ ചിലതൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഈ കൺവെൻഷന് കിട്ടിയ ദൈവസ്വര സന്ദേശങ്ങളൊക്കെ ആ പേപ്പറിൽ അടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പം അതുപോലെ ചെയ്തു കഴിഞ്ഞാലോ മഹാത്ഭുതങ്ങൾ സംഭവിക്കുകയാണ്. കാരണം എന്താ? സ്വർഗം നേരിട്ട് തരുന്ന സന്ദേശങ്ങളാണ്, നിഗൂഢ രഹസ്യങ്ങളാണ്. ഇങ്ങനെ ഒരു വചനം മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിലില്ലേ, സ്വർഗത്തിൻ്റെ നിഗൂഢ രഹസ്യങ്ങൾ അറിയാനുള്ള കൃപ നിങ്ങളിൽ ചിലർക്ക് ഇങ്ങനെ കിട്ടിയിരിക്കുന്നു പറഞ്ഞിട്ട് ഒരു വചനം നമ്മൾ വായിക്കുന്നുണ്ട്. അതുപോലൊരു കൃപയാണ് ഈ രഹസ്യങ്ങൾ ഈശോ സ്വർഗത്തിൻ്റെ വെളിപ്പെടുത്തി തരികയാണ്. ഇന്ന പോലെ പ്രാർത്ഥിക്കുക, ഇന്നതാണ് ദൈവം ആഗ്രഹിക്കുന്നത്, ഉത്തിരിയം ധരിക്കുക, പ്രശ്നങ്ങൾ മാറിപ്പോകാൻ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക, കടബാധ്യതയുള്ളവരോട് പരിശുദ്ധ മറിയത്തോട് പ്രാർത്ഥിക്കാനായിട്ട് പറയുക, അല്ലെങ്കിൽ കുടുംബ പ്രാർത്ഥന സജീവമാക്കി മാറ്റുക, അല്ലെങ്കിൽ ജപമാല മുടങ്ങാതെ ചൊല്ലിയാൽ ഒത്തിരി അനുഗ്രഹം കിട്ടും. ഇങ്ങനെയുള്ള ഒത്തിരിയേറെ സന്ദേശങ്ങൾ, ഇങ്ങനെയുള്ള കുറേ സന്ദേശങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇതിൽ തുറന്ന കുമ്പസാരം വേണം. ഇതൊക്കെ ദൈവം തരുന്ന സ്വര സന്ദേശങ്ങളാണ്. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം അന്ന് മുതൽ ജപമാല ചൊല്ലി ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ, സ്തുതിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ അഭിഷേകം വരാൻ തുടങ്ങിയത്. അതിൽ നിന്നാണ് കേട്ടോ ഇന്നത്തെ അത്ഭുതങ്ങളെ ജപമാല ശുശ്രൂഷകളൊക്കെ ആരംഭിക്കുന്നത്. അന്ന് 2008 സെമിനാരിയിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ കർത്താവ് തന്ന ദൈവസ്വര സന്ദേശത്തിൻ്റെ പേരിൽ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് സ്തുതിക്കാൻ തുടങ്ങിയപ്പോഴാണ് ദൈവം സന്ദേശങ്ങൾ തരാൻ തുടങ്ങി, ശക്തമായ അഭിഷേകം തരാൻ. ആദ്യം പരിശുദ്ധാത്മാവിൻ്റെ ഭയങ്കര അഭിഷേകം പെന്തോക്കസ്തയ്ക്ക് കിട്ടിയ ഒരു അനുഭവം ഞങ്ങൾ 2 ബ്രദേഴ്സിന് ലഭിച്ചു. ആ ബ്രദറും ഇന്നൊരു അച്ഛനാണ്. അദ്ദേഹം വലിയൊരു ധ്യാനഗുരുവാണ്, നല്ല വരദാനങ്ങളുള്ള ഒരു ധ്യാനഗുരുവാണ്. അപ്പോൾ ഇദ്ദേഹം ഇപ്പോൾ വിദേശത്താണ്. അപ്പോൾ അദ്ദേഹം ഞങ്ങൾ 2 പേരും കൂടി പ്രാർത്ഥിക്കുമ്പോഴാണ് കർത്താവ് ഈ ഒരു അഭിഷേക അനുഭവം ഞങ്ങൾക്ക് തന്നത്. പിന്നീട് ജപമാല അതൊരു സാധാരണ ജപമാലയല്ല, ഞാൻ ഇത്രകാലം വേണ്ടെന്ന് വെച്ച ജപമാല അത്ഭുതങ്ങളുടെ ജപമാലയാണെന്ന് ഈശോ എൻ്റെ മനസ്സിൽ തോന്നിപ്പിച്ചു. അന്ന് മുതൽ ഞാൻ തന്നെ ജപമാലയെ വിശേഷിപ്പിക്കുന്നത് അത്ഭുതങ്ങളുടെ ജപമാല എന്നാണ്. അന്ന് ഞാൻ എൻ്റെ മനസ്സിലിങ്ങനെ കൊണ്ടു നടന്നു, ഇത് ഞാൻ എത്ര കാലം വേണ്ടെന്ന് വെച്ച ജപമാല ഒരു സാധാരണ ജപമാല, ഒരു ഉപകാരമില്ലാത്ത ജപമാല, ഒരു ഉപകാരമില്ലാത്ത പ്രാർത്ഥന എന്ന് കരുതി പ്രാർത്ഥന
ഇത് ഒരു അത്ഭുതങ്ങളുടെ ജപമാലയാണ്. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. പിന്നീട് ഞാൻ എന്താ പറയുക, തിയോളജി പഠിക്കുന്ന കാലഘട്ടത്തിൽ മധ്യസ്ഥ പ്രാർത്ഥനകൾ ഇടവകളിൽ ആരംഭിച്ചു. അവിടെയും ജപമാല ചൊല്ലി സ്തുതിക്കാൻ തുടങ്ങി, ആളുകൾ ഓടിക്കൂടാൻ തുടങ്ങി, അത്ര അനുഭവം വരാൻ തുടങ്ങി. പിന്നീട് ഡീക്കനായിരുന്നപ്പോഴാണ് ശരിക്കും ദൈവം എടുത്തുയർത്തിയത്. അപ്പോൾ ഒത്തിരിയേറെ സന്ദേശങ്ങളിലൂടെ ദൈവം സംസാരിക്കാൻ തുടങ്ങി, ഒത്തിരി രോഗശാന്തികൾ സംഭവിക്കാൻ തുടങ്ങി. അതിനുശേഷം പിന്നീട് കൊച്ചച്ഛനായപ്പോൾ വീണ്ടും അത് ആ പള്ളിയിൽ നടത്താൻ തുടങ്ങി, ആളുകൾ ഓടിക്കൂടാൻ തുടങ്ങി. പിന്നെ കൊറോണ വന്നപ്പോൾ അത് പിന്നെ നമ്മൾ യൂട്യൂബിലേക്ക് സംരക്ഷണം ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് അതിനൊരു പേരിട്ടു. അത്ര കാലം ഞാൻ മനസ്സിൽ കൊണ്ടു നടന്ന പേര് അതിന് ഞാൻ പബ്ലിക്കായിട്ട് ഇട്ടു. ഏതാ പേര്? അത്ഭുതങ്ങളുടെ ജപമാല. കൂട്ടിച്ചേർത്തു. ചൊവ്വാഴ്ച ദിവസമാണ് അത് നടത്തേണ്ടതെന്ന് ഈശോ സന്ദേശം തന്നിരുന്നു. അപ്പോൾ വിശുദ്ധ അന്തോണീസിനോട് താല്പര്യമുള്ളത് കൊണ്ട് അതോടൊപ്പം ഞാൻ വിശുദ്ധ അന്തോണീസിൻ്റെ നൊവേനയും കൂടി കൂട്ടിച്ചേർത്തു. അങ്ങനെ അത്ഭുതങ്ങളുടെ ജപമാലയും വിശുദ്ധ അന്തോണീസിൻ്റെ നൊവേനയും എന്ന പേരിൽ ഒരു പ്രാർത്ഥന നമ്മൾ ആരംഭിച്ചു 2021 ജൂൺ 15. ഇത് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങൾ നടക്കുന്ന ഒരു ശുശ്രൂഷയാണ് ഈ അത്ഭുതങ്ങളുടെ ജപമാലയും വിശുദ്ധ അന്തോണീസിൻ്റെ നൊവേനയും. സ്നേഹമുള്ളവരെ, ഞാൻ ധ്യാനത്തിൻ്റെ ഒരു അനുഭവം പറയാം. വലിയൊരു പറഞ്ഞാൽ വിശ്വസിക്കാത്ത അത്ഭുതം എന്ന് പറയുന്ന പേരിൽ അത് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്കത് യൂട്യൂബിലൂടെയൊക്കെ കാണാൻ സാധിക്കും. ഇവിടെ താമസമുള്ള ധ്യാനം കഴിഞ്ഞ് പോയ ഒരു ചേച്ചിയും എൻ്റെ മോനും അമ്മയും മോനും ആ മകൻ്റെ സാക്ഷ്യം ഇതാണ്. ഇവിടുന്ന് ഒരു ബ്രദർ വിളിച്ചു പറയുകയാണ്, ഇവിടുന്ന് ജോർജ് വാഴ ബ്രദർ ഇവിടുന്ന് വിളിച്ചു പറയുകയാണ്, ഈ കഴിഞ്ഞ ദിവസത്തെ ആരാധനയിൽ ഉൾക്കടലിൽ ആഴക്കടലിൽ മീൻ പിടിക്കാൻ പോയ ഒരു വ്യക്തി ഇവിടെ ഇരിക്കുന്നുണ്ട്. ആ വ്യക്തി മീൻ പിടിക്കാൻ പോയപ്പോൾ കടലിലേക്ക് തെറിച്ചു വീണു. സ്രാവ് വന്ന് വിഴുങ്ങാൻ പോയി. സ്രാവിൻ്റെ വായിൽ നിന്ന് മാതാവ് അത്ഭുതകരമായി ആ സഹോദരനെ രക്ഷിച്ചു. ആ വ്യക്തി ഇവിടെ ഇരിക്കുന്നുണ്ട്. ആ വ്യക്തി അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കണം, അച്ഛനെ കണ്ട് ബ്ലെസ്സിങ് വാങ്ങണം, അത് സാക്ഷ്യപ്പെടുത്തണം എന്ന് സന്ദേശം കൊടുക്കുകയാണ്. ഈ സന്ദേശം ധ്യാനിച്ചു പോയാൽ എല്ലാവരും കേട്ടു, ഞാനും കേട്ടു. ഞാനും ചിന്തിച്ചു, ഈ ഉൾക്കടലിൽ മീൻ പിടിക്കാൻ പോയി ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടാവോ? സ്രാവ് വന്ന് വിഴുങ്ങാൻ പോയി ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടാവോ? അങ്ങനെയൊന്നും ഉണ്ടാവാൻ സാധ്യതയൊന്നുമില്ല. ഇങ്ങനെ എൻ്റെ മനസ്സിലേക്ക് വന്നു, മനസ്സിലായോ? പക്ഷേ ധ്യാനം കഴിയല്ല, സാക്ഷ്യങ്ങൾ തുടങ്ങി. വ്യാഴാഴ്ച ദിവസം രാവിലെ ഈ സഹോദരൻ ഇവിടെ വന്ന് കയറുകയാണ്, ഒരു യൂത്ത് പയ്യൻ. ആ യുവാവ് പറഞ്ഞു, അവൻ രണ്ടാമത്തെ ധ്യാനം അടുപ്പിച്ച് കൂടുന്നത്. ആ സഹോദരൻ ഇവിടെ കയറി നിന്നിട്ട് പറഞ്ഞു, അവൻ്റെ അമ്മയും ആ പയ്യനാണ് കയറി നിന്ന് ആദ്യം പറയുന്നത്. അപ്പോഴാണ് അമ്മ ഇത് അറിയുന്നത്. അവൻ പറഞ്ഞു, ഞാനാണ് ഇവിടുന്ന് ബ്രദർ നിങ്ങൾ വിളിച്ച് പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ, ഞാനാണ് ആഴക്കടലിൽ മീൻ പിടിക്കാൻ പോയ വ്യക്തി. ഉൾക്കടലിൽ മീൻ പിടിക്കാൻ പോയി. അങ്ങനെ ആഴക്കടലിൽ 225 കിലോമീറ്റർ, മനസ്സിലായോ? കടലിൻ്റെ ഉള്ളിലേക്ക് 225 കിലോമീറ്റർ അകലേക്ക് അവൻ മീൻ പിടിക്കാൻ പോയി. 18,000 അടി അതിലൊക്കെ അത്രയൊരു ദൂരമൊക്കെ പറയുന്നുണ്ട്. അത്ര അടി താഴ്ച കടലിന്. അതുപോലെ അടിയൊഴുക്കാണ് അവിടേക്ക്. ഈ ചുഴി രൂപപ്പെട്ടതുകൊണ്ട് ഇങ്ങനെ ചുഴിയ പറ്റില്ലോ. അപ്പോൾ ഇവൻ പോയി ചെറിയൊരു വഞ്ചിയിലാണ് പോയത്. ചെറിയ ബോട്ടിലാണ് പോയത്. ചെറിയൊരു ബോട്ടും കൊണ്ട് ഒരാളും ആ ഉൾക്കടലിലേക്ക് മീൻ പിടിക്കാൻ പോയില്ല എന്ന് പറയുക. അത് അതിൻ്റെ തിരമാലകളെ താങ്ങാൻ അതിന് പറ്റില്ല എന്ന് പറയുക. പക്ഷേ അവൻ അതിലാണ് പോയത്. ഈ കാറ്റ് വന്നടിച്ച് തിരമാല വന്നടിച്ച് ഇവൻ വെള്ളത്തിലേക്ക് തെറിച്ച് വീണു, ആഴക്കടലിലേക്ക്. മനസ്സിലായോ? നിസാര കടലിൻ്റെ തൊട്ടടുത്തുള്ള ഭാഗത്തിലാണ് പറയുന്നത് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ 225 കിലോമീറ്റർ ഒന്ന് ആലോചിച്ച് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എന്തോ പേടി വരും. അവിടേക്ക് അവൻ തെറിച്ച് വീണു. അപ്പോൾ ഈ കമ്പിളി പോലത്തെ ഡ്രസ്സ് ഇട്ടിരിക്കണേന്ന് പറയാം. അപ്പോൾ ഈ വെള്ളം ഇവന് നന്നായിട്ട് നീന്താൻ അറിയാം, പക്ഷെ ഇവന് പൊങ്ങാൻ പറ്റുന്നില്ല. കാരണം കമ്പിളി പോലത്തെ ഡ്രസ്സ് മാത്രമല്ല, അടിയൊഴുക്ക് ഭയങ്കരമാണ്, ആ ചുഴിയാണ് അവിടെ. അപ്പോൾ അതിങ്ങനെ വെള്ളം ഇങ്ങനെ തള്ളിക്കൊണ്ട് പോകാൻ പറ്റുന്നില്ല അവന് കയറാനായിട്ട്. അപ്പോൾ ദേ ഒരു ഭീമാകാരമായ സ്രാവിനെ വിഴുങ്ങാൻ വരികയാണ്. ഇവൻ കാണുന്നത്, ഇവൻ പറയുന്നത് ഇതാണ്, നമ്മുടെ വലുപ്പത്തിലുള്ള ഒരു സ്രാവിന് നമ്മൾ വിഴുങ്ങാൻ പറ്റില്ല. കാരണം എൻ്റെ വായ ചെറുതായിരിക്കും, സ്രാവിൻ്റെ വായ ചെറുതായിരിക്കുന്നു. അപ്പോൾ നമ്മുടെ വലുപ്പത്തിലുള്ള ഒരു സ്രാവിന് ഒരിക്കലും നമ്മെ വിഴുങ്ങാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഈ സിനിമയിലും ടി വിയിലൊക്കെ കാണുന്നില്ലേ, ഭീമാകാരമായൊരു സ്രാവ് അതിങ്ങനെ വിഴുങ്ങാനടുത്തേക്ക് വന്നു. ഇവൻ പെട്ടുവെന്ന് കരുതല്ല, ഇത് വന്നത് എവിടേക്കോ വന്നു പോയി. പിന്നെ ഇതിനെ ഇവർ കണ്ടിട്ടില്ല. ഇവൻ, മനസ്സിലായോ? അത്ഭുതകരമായി ഇവൻ ഒറ്റ പൊങ്ങൽ പൊങ്ങി, അതിലവർ പിടിച്ച് അങ്ങനെ രക്ഷപ്പെട്ടു. ഇത് പറഞ്ഞേ ഹല്ലേലൂയ. ഇവൻ്റെ അമ്മയോട് പറഞ്ഞിട്ടില്ല, ആരോടും പറഞ്ഞില്ല. ഇവിടെ ധ്യാനിക്കാൻ വന്നു. അമ്മ അപ്പോഴാണിത് കേൾക്കുക, മനസ്സിലായോ? അമ്മ അതാണ് കേൾക്കുക. എൻ്റെ പ്രിയ സഹോദരങ്ങളെ പറ്റി ഈ സാക്ഷ്യം കണ്ട് എല്ലാവരും അത്ഭുതപ്പെട്ട് ഭയങ്കര സംഭവമായിട്ട് ഇതിങ്ങനെ അത്ഭുതപ്പെട്ടിരിക്കുമ്പോൾ ഇവൻ്റെ അമ്മ സംഗീതത്തിൽ എന്നെ കാണാൻ വരികയാണ്. ഇവൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, എൻ്റെ അച്ഛ, എൻ്റെ മോനാണ് ഇവിടെ സാക്ഷ്യപ്പെടുത്തിയത്. എന്നിട്ട് ആ അമ്മ വീണ്ടും ഇവിടെ കയറി സാക്ഷി പറഞ്ഞു വിട്ടു എല്ലാവരും മുമ്പിൽ. എൻ്റെ മോനാണ് സാക്ഷ്യപ്പെടുത്തിയത്. ഇവൻ ഈ കാര്യം എന്നോട് പറഞ്ഞിരുന്നില്ല. അച്ഛനറിയോ, ഇവൻ ആഴക്കടലിൽ മീൻ പിടിക്കാൻ പോയത് എന്നോട് പറഞ്ഞിട്ടല്ല. ഇവൻ എന്നോട് പറയാതെയാണ് ഉൾക്കടലിൽ മീൻ പിടിക്കാൻ പോയത്. അതും ചെറിയൊരു വള്ളത്തിലാണ് പോയത്, ചെറിയൊരു ബോട്ടിലാണ് പോയത്. ചെറിയ ബോട്ടിൽ ഒരാളും ഉൾക്കടലിൽ മീൻ പിടിക്കാൻ പോയില്ല.
അവിടുത്തെ കാറ്റും അവിടുത്തെ ഇത് താങ്ങാനുള്ള ശേഷി ആ ബോട്ടിനില്ല. അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് എൻ്റെ മോൻ അവിടെ പോയി എന്ന് മറ്റുള്ളവർ പറഞ്ഞ് കേട്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എൻ്റെ മകൻ മിക്കതും മരിക്കുള്ളൂ എന്ന് ആ ചേച്ചി പറയാം. എൻ്റെ മോൻ മരിക്കുള്ളൂ എന്ന് എനിക്ക് മനസ്സിൽ ഭയം കയറി. കാരണം അവൻ തിരിച്ചു വരാൻ സാധ്യതയില്ല, കാരണം ഈ ബോട്ട് അവിടെ നിൽക്കില്ല എന്ന് എനിക്കറിയാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഈ 14 ദിവസം കഴിഞ്ഞിട്ട് വന്നേട്ടാ, 14 ദിവസം കഴിഞ്ഞിട്ട് വരാം, ആ 14 ദിവസം കഴിഞ്ഞിട്ട് വരാം, അത്ര ദിവസം യാത്രയില്ല ഇതിൽ. അപ്പോൾ ഈ 14 ദിവസം ഞാൻ സ്ഥിരം അത്ഭുതമാല കാണുന്ന ആളാണ്. ഈ 14 ദിവസവും ഞാൻ മുഴുവൻ സമയം എന്ന പോലെ അത്ഭുതമാലിൽ ഇവന് വേണ്ടി, ഇവന് അബദ്ധം വരരുതേ, അപകടം വരരുതേ, എൻ്റെ മോനെ സുരക്ഷിതമായിട്ട് തിരിച്ചുകൊണ്ടുവരണേ ഇതിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സംഗീതത്തിൽ വെച്ച് ആ സഹോദരി പറയുകയാണ്. മനസ്സിലായോ? ഞാൻ അങ്ങോട്ട് അത്ഭുതപ്പെട്ട് പോവാണ്. ഈ അമ്മ അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തെ മോൻ അവിടെ വെള്ളത്തിലേക്ക് തെറിച്ചു വീഴാണ്. ഈ സ്രാവ് ഇങ്ങനെ വന്നു, ആ സ്രാവ് എവിടേക്കോ പോയി, അത് കഴിച്ചില്ലേ അവനെ. മനസ്സിലായോ? എന്തെന്നാ പറയാ? കാരണം എന്താ? ഞാൻ ഇവനോട് ചോദിച്ചു, നിൻ്റെ കഴുത്തിൽ വെന്തിങ് ഉണ്ടായിരുന്നോ? വെന്തിങ് ഒന്നും ഉണ്ടായിരുന്നില്ല, കൊന്ത ഉണ്ടായിരുന്നില്ല, വെന്തിങ്ങിൽ ഒന്നും ഉണ്ടായിരുന്നില്ല അവൻ്റെ കഴുത്തിൽ. പക്ഷെ സ്രാവ് ഒന്നും ചെയ്തില്ല, അത് വന്നു പോയി, എവിടേക്കോ പോയി. അതിങ്ങനെ വന്നു തിന്നാനായിട്ട്, പക്ഷെ അതങ്ങനെ മാറിപ്പോയി. അത് ഇത്രയും വലിയൊരു ഭീമാകാര സാധനം. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. യൂട്യൂബിൽ കാണാൻ നിങ്ങൾക്ക് ആ സാക്ഷ്യം. ആ ചേച്ചി എന്നിട്ട് ഇവിടെ ഞാൻ വന്ന ചേച്ചി കയറി സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു. മോനേക്കാൾ വലിയ സാക്ഷിയാണ് അമ്മേരെയും കൂടി കേട്ടാലേ മനസ്സിലാവുള്ളൂ. അമ്മ അവിടെ ശക്തമായ പ്രാർത്ഥനയിലായിരുന്നു. എൻ്റെ പ്രിയ സഹോദരങ്ങളെ മനസ്സിലാക്കുക കേട്ടോ. നമ്മൾ പറയില്ലേ, ജപമാല ജപിക്കാനും ഉത്തരീയം ധരിക്കാനുള്ളതാണ്. ഞാൻ എപ്പോഴും പ്രസംഗിക്കുന്ന ആ കാര്യം ഞാൻ വീണ്ടും ഊട്ടിയുറപ്പിച്ച് പറയുകയാണ്. ഇന്നാളൊരു സിസ്റ്ററെ, പുതുക്കാട്ടുകാരി സിസ്റ്റർ, അച്ഛൻ്റെ വീട് പുതുക്കാടാണ്, തൃശ്ശൂർ. അവിടെ പുതുക്കാട്ടുകാരി സിസ്റ്റർ ഇപ്പോൾ ഏതൊരു സഭയുടെ ജനറാളമ്മിയാണ്. അവരുടെ പുതുക്കാട്ടുകാരുടെ സംഗമം വന്നപ്പോൾ അവിടെ ആൻഡ്രൂസ് പിതാവും പുതുക്കാട്ടുകാരനാണ്. അപ്പോൾ പിതാവും പറഞ്ഞു, അങ്ങനെ ഞങ്ങളെല്ലാവരും അച്ഛന്മാരെല്ലാവരും ഉണ്ട്. അപ്പോൾ പിതാവ് പറഞ്ഞു, സിസ്റ്ററുടെ അനുഭവം ഷെയർ ചെയ്യാൻ പറഞ്ഞു. സിസ്റ്റർ കെനിയയിലായിരുന്നു വർഷങ്ങളോളം. അപ്പോൾ ആ സിസ്റ്റർ അനുഭവം ഷെയർ ചെയ്തു. സിസ്റ്റർ എന്താ അനുഭവം എന്നറിയോ? സിസ്റ്ററുടെ മുന്നു പോയിരുന്ന എല്ലാവരെയും ഈ കൊള്ളക്കാർ വെടിവെച്ചു വന്നു. കെനിയയിലുള്ള കൊള്ളക്കാർ സിസ്റ്ററുടെ പിന്നിൽ വന്ന എല്ലാവരെയും വെടിവെച്ചു വന്നു. സിസ്റ്ററിനെയും സിസ്റ്ററുടെ ഡ്രൈവർ 3 പിള്ളേർ മാത്രം രക്ഷപ്പെട്ടു. എങ്ങനെ? അവർ വെടിവെച്ചു, ടയർ വെടിവെച്ചു, പഞ്ചറാക്കി, കള്ളന്മാർ ഓടി വന്നു. സിസ്റ്ററാണെങ്കിൽ ജപമാല ചൊല്ലിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ഈശോയെ രക്ഷിക്കണേ. ഉറപ്പാണ്, മരിക്കുന്ന കാര്യം ഉറപ്പാണ്. പക്ഷെ മാതാവ് മാത്രം മാതാവിന് ഇങ്ങനെ ജപമാല ചൊല്ലിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇവർ വന്നപ്പോൾ ഈ സിസ്റ്റർ, ഈ 3 പിള്ളേർ, ആ കൊള്ളക്കാർക്ക് അങ്ങോട്ട് ദേഷ്യം വന്നു. ആ കൊള്ളക്കാർ വന്ന് പോയി അവിടെ നിന്ന് ഞങ്ങളുടെ മുന്നിൽ നിന്ന് പറഞ്ഞു. മനസ്സിലായോ? വണ്ടി എടുത്ത് പോയി അവിടെ നിന്ന് പറഞ്ഞു. പെട്ടെന്ന് ഡ്രൈവർ വണ്ടി എടുത്ത് ഒറ്റ ബുക്ക് പോയി. അവർ വെടിവെച്ചില്ല, കൊന്നില്ല, അല്ലെങ്കിൽ വെറുതെ അവർ ഷൂട്ട് ചെയ്ത് കൊന്നു കളയും. അല്ലേ പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ആ സിസ്റ്റർ സാക്ഷ്യം വന്നപ്പോൾ ആ സിസ്റ്റർ പറയാണ്, ജപമാല എടുത്തിട്ട് ആ സിസ്റ്റർ പറയുക, നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, നമ്മുടെ ഈ ജപമാല അത് നമ്മൾ കഴുത്തിൽ അണിയുമ്പോൾ ആഭരണവും കയ്യിൽ പിടിക്കുമ്പോൾ ആയുധവുമാണ്. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. ആ സിസ്റ്റർ പറഞ്ഞത് എത്രയോ സത്യമാണ്. സിസ്റ്റർ പറഞ്ഞില്ലേ, നമ്മളുടെ ഈ ജപമാല ഉണ്ടല്ലോ, കഴുത്തിലിടുമ്പോൾ എന്താണെന്നാ സിസ്റ്റർ പറഞ്ഞേ? കഴുത്തിലിടുമ്പോൾ എന്താണ്? ആഭരണമാണ്. ഇപ്പോൾ കഴുത്തിൽ കൊന്തയുള്ളവരൊക്കെ ശ്രദ്ധിച്ചോ, അത് ആഭരണമാണ് കേട്ടോ. നീ നിൻ്റെ കഴുത്തിൽ കൊന്ത ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് ആഭരണമാണ്, അത് ആയുധമല്ല. എന്നാൽ അത് കൈ പിടിച്ച് ജപമാല ചെല്ലുമ്പോൾ അതെന്താണ്? ആയുധമാണ്. മനസ്സിലായോ? ഈ ചേച്ചി എന്താ ചെയ്തത്? മകൻ ആഴക്കടലിൽ മീൻ പിടിക്കാൻ പോയ സമയത്തോ മരണം ഉറപ്പായി. മോൻ മിക്കതും മരിക്കുന്നു എനിക്ക് മനസ്സിലായി അച്ഛാന്ന്. കാരണം ഇവർക്ക് അറിയാം, കടലും മീൻപിടുത്തൊക്കെ ആയിട്ട് നടക്കുന്ന ടീമുകളാണ്. ഇവർക്ക് മനസ്സിലായി ചെക്കൻ മരിക്കാനേ സാധ്യതയുള്ളോ, തിരിച്ചു വരാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് അമ്മയ്ക്ക് പേടി വേറി. അമ്മ എന്ത് ചെയ്തെന്നറിയോ? ഈ ജപമാല കഴുത്തിലിടല്ല ചെയ്തേ. അമ്മ ഈ അത്ഭുത ജപമാല കണ്ട് ജപമാല ചൊല്ലി, ഇത് ചൊല്ലുമ്പോൾ ഇത് ആയുധമാണ്. അവൻ്റെ കഴുത്തിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നില്ല, കൊന്ത ഉണ്ടായിരുന്നു, ഒന്നും ഉണ്ടായിരുന്നില്ല അവൻ്റെ കഴുത്തിൽ. പക്ഷേ ഈ അമ്മ ഇവിടെ നിന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുകയാണ് മോന് വേണ്ടിയിട്ട്. ജപമാല ചൊല്ലിക്കഴിഞ്ഞാൽ സംരക്ഷണം കിട്ടും കേട്ടോ. ജപമാല ഇങ്ങനെ മേശപ്പുറത്ത് വെച്ച് കഴിഞ്ഞാൽ സംരക്ഷണം കിട്ടില്ല. ജപമാല കഴുത്തിലിട്ടാൽ സംരക്ഷണം കിട്ടില്ല. ജപമാല ചൊല്ലിക്കഴിഞ്ഞാൽ സംരക്ഷണം കിട്ടും. മനസ്സിലായോ? ഒരു ഉത്തിരിയം കഴുത്തിലിട്ട് കഴിഞ്ഞാൽ സംരക്ഷണം കിട്ടും. ഉത്തിരിയം ചൊല്ലൊന്നും വേണ്ട. ഇതിപ്പോൾ ഇവൻ്റെ കഴുത്തിൽ ഉത്തിരിയില്ലോ ഒന്നുമില്ല. പക്ഷെ ഇവൻ്റെ അമ്മ അവിടെ നിന്ന് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുകയാണ്. അമ്മ മോന് വേണ്ടി മധ്യസ്ഥം വെച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈ സ്രാവ് ഇങ്ങനെ വിഴുങ്ങാൻ, ഇത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഇങ്ങനെ ഒരു സാക്ഷ്യം? സ്രാവ് ഇങ്ങനെ വിഴുങ്ങാൻ വന്നു, അവൻ പറയും, ഒരു മിന്നായം പോലെ ഞാൻ കണ്ടു, ഇതിങ്ങനെ വന്നു എവിടേക്കോ പോയി. മനസ്സിലായോ? ഒരൊറ്റ പൊങ്ങൽ പൊങ്ങി അതിലങ്ങോട്ട് കയറിപ്പോന്നു. മനസ്സിലായോ? അത് വെള്ളം അങ്ങനെ തള്ളി കൊണ്ടുപോകാൻ തന്നെ പൊങ്ങാൻ പറ്റുന്നില്ല. ഞാൻ അത്ര എക്സ്പെർട്ടാന്ന് പറയാം നീന്തലിൽ, പക്ഷെ എനിക്ക് പൊങ്ങാൻ പറ്റുന്നില്ല. അതും
വാഴ ബദറോടും വിളിച്ചു പറയാണ് കേട്ടോ. ആഴക്കടലിൽ മീൻ പിടിക്കാൻ പോയ ആള് വെള്ളത്തിലേക്ക് തെറിച്ചു വീണു, വലിയൊരു സ്രാവ് വിഴുങ്ങാൻ വന്നു, അത്ഭുതകരമായി മാതാവ് രക്ഷിച്ചു എന്ന് ബ്രദർ വിളിച്ചു പറയുകയാണ്. അതടക്കം വിളിച്ചു പറയാണ്, മാതാവാണ് രക്ഷിച്ചതെന്ന്. സമുദ്രതാരം കേട്ടിട്ടുണ്ടോ? സമുദ്രതാരമേ മേരി മാതേ എന്നുകൊണ്ടൊരു പാട്ടുണ്ട്, മനസ്സിലായോ? ശരി, ഞാൻ ചിന്തിക്കുകയാണ്, ഈ ആഴക്കടലിലും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യേ. പരിശുദ്ധ അമ്മ അവിടെ പോയിട്ട് ആ സ്രാവ് എവിടേക്കോ പോയി എന്നറിയില്ല, അത് വന്നു എവിടേക്കോ പോയി. വലിയ പറഞ്ഞേ ഹല്ലേലൂയ. ഈ പ്രശ്നങ്ങളുള്ളവരൊക്കെ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കും. നിസാരക്കാരിയല്ല പരിശുദ്ധ അമ്മ. എത്ര പറഞ്ഞാലും എൻ്റെ മക്കൾക്ക് മനസ്സിലാവില്ലത്. അച്ഛനും അറിയുന്നുണ്ടായിരുന്നില്ലത്. അതുകൊണ്ട് നിങ്ങൾ പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ പരിശുദ്ധ അമ്മയോട് മധ്യസ്ഥം വെച്ച് പ്രാർത്ഥിക്കുക. പരിശുദ്ധ അമ്മയുടെ ഒരു ഭക്തനും ഭക്തിയായി തീരുക. പരിശുദ്ധ അമ്മയുടെ തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്കൊക്കെ പോവുക, പ്രാർത്ഥിക്കുക അമ്മയോട്. പ്രത്യേക ഭക്തി ഉണ്ടായിക്കോട്ടെ. ജപമാല മുടങ്ങാതെ ചൊല്ലിയാൽ ഒത്തിരി അനുഗ്രഹം കിട്ടും. ഈ സാക്ഷ്യത്തിൽ കാണാൻ സാധിക്കും. ഇങ്ങനെ എണ്ണി സാക്ഷ്യം പറയുന്നത് കേട്ടിട്ടില്ലേ? എണ്ണിയ സാക്ഷ്യം പറയാ. അപ്പം ചേച്ചി കഴിഞ്ഞോ? ഇല്ലേ അച്ഛാ, അടുത്തതുണ്ട് 1 2 3 4 5 എന്ന് പറഞ്ഞിട്ട് ഈ അത്ഭുത ജപമാല കണ്ടവർ എണ്ണി സാക്ഷ്യം പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, ഇത് കാണുന്നവർ. മനസ്സിലായോ? കാരണം എന്താ? ദൈവസ്വര സന്ദേശമാണ്. പരിശുദ്ധ അമ്മയുടെ ജപമാല മുടങ്ങാതെ, വല്ലപ്പോഴല്ലാട്ടാ. ഞങ്ങൾ ചെല്ലാറുണ്ടല്ലോ അച്ഛ കുടുംബ പ്രാർത്ഥന. എപ്പോൾ ചെല്ലാറുണ്ട്? മാസത്തിലൊരിക്കൽ, ആഴ്ചയിൽ 2 പ്രാവശ്യം. അതല്ലാട്ട് ഉദ്ദേശിച്ചത്. പരിശുദ്ധ അമ്മ വല്ല തിരക്ക് വന്നു, വല്ല ഫംഗ്ഷൻ വന്നു, വല്ല പെരുന്നാൾ വന്നു, വേറെ പല തിരക്കുകൾ വരുമ്പോൾ നമ്മൾ ആദ്യം മാറ്റിവെക്കുക ഈ ജപമാലയാണ്. കുടുംബ പ്രാർത്ഥന മാറ്റിവെക്കുക ആദ്യം. പരിശുദ്ധ അമ്മയുടെ ജപമാല നീ മുടങ്ങാതെ ചൊല്ലിയാൽ നിനക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടും. വല്ലത് പറഞ്ഞേ ഹല്ലേലൂയ. നമ്മൾ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മളൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. ആദ്യം നമുക്ക് മാതാവിനോട് ഒരു പാട്ട് പാടാം. ജോബിനൊരു നല്ലൊരു പാട്ട് നമുക്ക് മാതാവിൻ്റെ ഒരു പാട്ട് പാടാം. അതിനുശേഷം നമുക്കൊന്ന് കൈയടിച്ച് സ്തുതിച്ച് മാതാവിന് ചേർന്ന് പാടാം. ഈ പാട്ട് നിങ്ങൾ മനസ്സറിഞ്ഞൊന്ന് പാടിക്കോളോട്ടാ. ഈ പാട്ട് നിങ്ങൾ മനസ്സറിഞ്ഞ് എല്ലാവർക്കും അറിയുന്ന പാട്ടാണ്. കണ്ണുകൾ അടച്ചുകൊണ്ട് പാടി പ്രാർത്ഥിക്കുന്നു. ചേർന്ന് പാടുന്നു, കണ്ണുകൾ അടച്ച്. വിണ്ണിൻ രാജകന്യാ ധന്യാ സർവവന്യാ മേരി ലോകമാതാ കണ്ണിലുണ്ണിയാകും ഉണ്ണിയേശു തന്റെ അമ്മയായ മേരി ലോകമാതാ. ചേർന്ന് പാടി. നന്മ നേരു അമ്മ വിണ്ണിൻ രാജകന്യാ ധന്യാ സർവവന്യാ മേരി ലോകമാതാ. മാതാവേ വിളിച്ചേ. മാതാവേ മണ്ണിൽ ദീപം നീയല്ലോ നിത്യ സ്നേഹധാര ആശാപൂരം നീയേ ആശ്രയതാരം നീയേ പാരിൻ തായതീ മേരി ലോകമാതാ. സ്വരമുയർത്തി. നന്മ നേരും അമ്മ വിണ്ണിൻ രാജകന്യാ ധന്യാ സർവവന്യാ മേരി ലോകമാതാ. ഇരു കരങ്ങളെ സ്തുതിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ശബ്ദമുയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയോട് ചേർന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി ആഴപ്പെടട്ടെ,
ജപമാല ചൊല്ലാൻ പ്രാർത്ഥിക്കാനുള്ള തടസ്സങ്ങൾ മാറിപ്പോട്ടെ. നിത്യ സഹായ മാതാവിന്റെ നൊവേന ചൊല്ലാനുള്ള തടസ്സങ്ങൾ മാറിപ്പോട്ടെ. കഴുത്തിലൊരു ഉത്തിരിയം ധരിക്കാനുള്ള തടസ്സങ്ങൾ മാറിപ്പോട്ടെ. പരിശുദ്ധ അമ്മയുടെ ഭക്തിയെ പറ്റി പ്രാധാന്യത്തെ പറ്റി പ്രസംഗിക്കാനുള്ള കൃപ ലഭിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ മക്കളായി തീരട്ടെ. ഇതാ നിന്റെ അമ്മ, ഇതാ നിന്റെ അമ്മ, ഇതാ നിന്റെ അമ്മ. പരിശുദ്ധാത്മാവേ ഞങ്ങളെ പഠിപ്പിക്കണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധ അമ്മയിൽ വസിച്ച പരിശുദ്ധാത്മാവ് ഞങ്ങളിൽ വന്ന് നിറയട്ടെ. പരിശുദ്ധാത്മാവേ വരണമേ. അവിടുത്തെ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തിയേറിയ മധ്യസ്ഥത ഞങ്ങളിൽ വന്ന് നിറയണമേ. വിളിച്ച് യേശുവേ യേശുവേ എന്ന് വിളിച്ച് യേശുവേ യേശുവേ യേശുവേ.